ഓക്കെ, സോ SA 501 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. SA 501ന്റെ പേരെന്തുവാ? ഓഡിറ്റ് എവിഡൻസ് സ്പെസിഫിക് കൺസിഡറേഷൻ ഫോർ സെലക്ടഡ് ഐറ്റം. എന്താണ് സ്പെസിഫിക് കൺസിഡറേഷൻ ഫോർ സെലക്ടഡ് ഐറ്റം? നമ്മളിവിടെ 3 ഐറ്റം മാത്രമാണ് സെലക്ട് ചെയ്തത്. നമുക്കറിയാം ഓഡിറ്റ് എവിഡൻസുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഏതാണ് ആ സ്റ്റാൻഡേർഡ്? SA 500 അല്ലേ? യെസ്, റെക്കോർഡിംഗ് ഓൺ ആക്കിയോണ്ടാണ് കേട്ടോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ SA 500 ഉണ്ട്. എന്താണത്? ജനറൽ സ്റ്റാൻഡേർഡ് ആണ്. ജനറൽ സ്റ്റാൻഡേർഡ്. ഇവിടെ ഇതൊരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ആണ്. സ്പെസിഫിക് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ എന്താണ് സർ? ഈ ഒരു സെലക്ടഡ് ഐറ്റംസുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർ യു കളക്ട് ദ എവിഡൻസ് എന്നാണ് പറയുന്നത്. സർ ഏതൊക്കെയാണ് സെലക്ടഡ് ഐറ്റംസ്? 1 ഇൻവെന്ററി, 2 ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം, 3 സെഗ്മെന്റ് ഇൻഫോർമേഷൻ. നമ്മൾ സെഗ്മെന്റ് ഇൻഫോർമേഷൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് അല്ലെ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ്? 17 അല്ലേ, ഇഫ് ഐ എം നോട്ട് റോങ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 നമ്മൾ പഠിക്കുന്നില്ലേ സെഗ്മെന്റ് ഇൻഫോർമേഷൻ? യെസ് സർ. സോ ഇവിടെ നമ്മൾ 3 ഐറ്റമുമായി ബന്ധപ്പെട്ട് എവിഡൻസ് കളക്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? 1 ഇൻവെന്ററി, 2 ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം, 3 സെഗ്മെന്റ് ഇൻഫോർമേഷൻ. ഈ 3 ഐറ്റമുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർ യു ആർ സപ്പോസ് ടു കളക്ട് എവിഡൻസ് എന്നാണ് പറഞ്ഞത്. ഓഡിറ്റർ യു ആർ സപ്പോസ് ടു കളക്ട് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോടാ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഈ സ്റ്റാൻഡേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ഈ സ്റ്റാൻഡേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഈ സ്റ്റാൻഡേർഡ് ഒരു സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ആണ്. നമുക്കറിയാം ജനറൽ ആയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓഡിറ്റ് എവിഡൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനറൽ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഏതാണ്? SA 500 അല്ലെ? സോ SA 500 നമുക്ക് ജനറൽ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ആണ്. സെലക്ടഡ് ഐറ്റംസിന് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ 3 ഐറ്റംസ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. ഈ 3 ഐറ്റമുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുന്നത് മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഐറ്റമിലേക്ക് കടക്കാം. ഇൻവെന്ററി. ഈ 3 ഐറ്റം പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഈ 3 ഐറ്റം മാത്രമേ ഈ സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളൂ. ആദ്യത്തെ ഐറ്റം ഏതാണ്? ഇൻവെന്ററി. ആദ്യത്തെ ഐറ്റം ഏതാണ്? ഇൻവെന്ററി. ഇവിടെ എന്താ പറഞ്ഞത് ഇൻവെന്ററിയിൽ? വെൻ ഇൻവെന്ററി ഈസ് ഓക്കെ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി? ഫിസിക്കലി വെരിഫൈ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഓഡിറ്ററിനാണോ മാനേജ്മെന്റിനാണോ? ആർക്കാണ്? ആർക്കാണ്? എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട് മാനേജ്മെന്റിന്. വെരി ഗുഡ്, യുവർ ആൻസർ ഇസ് കറക്റ്റ്. ആരാണ്? മാനേജ്മെന്റ് ആണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ടു അറ്റൻഡ് അല്ലെ? അറ്റൻഡ് ചെയ്യുക. മാനേജ്മെന്റ് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്ന ദിവസം ഓഡിറ്റർ അത് അറ്റൻഡ് ചെയ്യുക. മാനേജ്മെന്റ് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നത് ശരിയാണോ, അവർ ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ ശരിയാണോ എന്ന് നോക്കുക. അതാണ് അല്ലെ ഓഡിറ്റർ എന്ന് പറയുന്ന രാജാവിനെ പോലെയാ. എന്താണ്? അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അത് മാത്രമാണ് ഓഡിറ്ററിന്റെ ഡ്യൂട്ടി. ഓഡിറ്റർ പോയിട്ട് അവിടെ ഫിസിക്കലി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓഡിറ്റർ ആണോ ഫിസിക്കൽ വെരിഫൈ ചെയ്യുക? അല്ല. ഫിസിക്കൽ വെരിഫിക്കേഷൻ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? മാനേജ്മെന്റിനാണ്. സോ ഇവിടെ എന്താ പറയുന്നത് ശ്രദ്ധിക്കുക. വെൻ ഇൻവെന്ററി ഈസ് മെറ്റീരിയൽ ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻവെന്ററി. ശ്രദ്ധിക്കണേ, അവിടെ അങ്ങനെ ഒരു ഇൻവെന്ററി ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഇൻവെന്ററിയുടെ ഇപ്പോഴത്തെ നില എന്താണ്? കണ്ടീഷൻ, അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതോ ഒരു എന്താ പറയുക പുവർ കണ്ടീഷനിലാണോ? ലൈക്ക് ചില ഇൻവെന്ററീസ് നമ്മൾ 100 റുപ്പീസിന്റെ ഐറ്റം ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഇസ് നോട്ട് മെയിൻറ്റെയിൻഡ് ഇൻ എ ഗുഡ് കണ്ടീഷൻ, അതിന് 100 റുപ്പീസ് നമുക്ക് കിട്ടുമോ? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈയിങ് ടു സേ? ഒരു 100 റുപ്പീസിന്റെ ഐറ്റം ആണെന്ന് വിചാരിക്കുക. നമ്മളത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് വിൽക്കുന്ന സമയത്ത് നമുക്ക് 100 റുപ്പീസ് കിട്ടുമോ? കിട്ടുമോടാ? ഇല്ല, കിട്ടത്തില്ല അല്ലെ? അത് പുവർ കണ്ടീഷൻ. അവരെന്ന് പറയും ഇത് പോരാ, ഇത് പുവർ കണ്ടീഷൻ ആണ്, ഇതിന് 100 റുപ്പീസ് തരാൻ പറ്റത്തില്ല എന്നല്ല അവർ പറയാ. യെസ്. സോ ആസ് എൻ ഓഡിറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു സീ 2 തിങ്സ്. ഒന്ന് എക്സിസ്റ്റൻസ്, 2 കണ്ടീഷൻസ്. ആ ഇൻവെന്ററി നമ്മൾ അവിടെ ഓഡിറ്റ് ചെയ്യാം. മാനേജ്മെന്റ് അവിടെ ഇൻവെന്ററി ആസ് എൻ ഓഡിറ്റർ ഞാൻ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് എവിഡൻസ് കളക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻവെന്ററി അവിടെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആൻഡ് ആ ഇൻവെന്ററിയുടെ കണ്ടീഷൻ എന്താണ്? ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ആസ് എൻ ഓഡിറ്റർ എന്റെ ഡ്യൂട്ടി എന്താണ്? ടു അറ്റൻഡ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ. അറ്റൻഡൻസ് അറ്റ് ദ ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ്. മാനേജ്മെന്റ് ഏത് ദിവസമാണോ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് ആ ദിവസം ഞാൻ തന്നെ ചെന്നിട്ട്, ഞാൻ എന്ന് വെച്ചാൽ ഞാനോ എന്റെ ആർട്ടിക്കിൾസ് സ്റ്റാഫോ, ഓക്കെ, ഞാൻ തന്നെ ചെന്നിട്ട് അത് ഫിസിക്കലി വെരിഫൈ ചെയ്ത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ ആണോ? യെസ്. സോ മാനേജ്മെന്റ് അവർക്ക് അവരുടേതായ രീതിയിലായിരിക്കും അവർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. ചില സമയത്ത് അവർ 100% ഫിസിക്കൽ വെരിഫൈ ചെയ്യും. ചില സമയത്ത് അവർ ഹൈ വാല്യൂ ഐറ്റംസ് മാത്രമാണ് ഫിസിക്കൽ വെരിഫൈ ചെയ്യുക. അവർക്ക് അവരുടേതായ രീതിയിലാണ് അവർ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടാവുക. അവർ എല്ലാ പ്രാവശ്യവും 100% ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. സോ വി ആസ് എൻ ഓഡിറ്റർ വാട്ട് ഷുഡ് വി ഡു? വി ഹാവ് ടു ഇവാലുവേറ്റ് ദ മാനേജ്മെന്റ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ റിസൾട്ട്സ് ഓഫ് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ്. മാനേജ്മെന്റ് ഏത് രീതിയിലാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത്? 100% ചെയ്യുന്നുണ്ടോ? ഹൈ വാല്യൂ ഐറ്റംസ് മാത്രമാണോ ചെയ്യുന്നത്?
അടുത്തുള്ള ലൊക്കേഷൻസിലുള്ള ഇൻവെന്ററീസ് മാത്രമാണോ ചെക്ക് ചെയ്യുന്നത്? ദൂരെ ലൊക്കേഷൻസിലുള്ള ഇൻവെന്ററി അവർ ഓഡിറ്റ് ഫിസിക്കൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് ഇവാലുവേറ്റ് ദ മാനേജ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ്. ഈ ഫിസിക്കൽ വെരിഫിക്കേഷന്റെ റിസൾട്ട് അവർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അവർ എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഫോർ ഫിസിക്കൽ വെരിഫിക്കേഷൻ? മാനേജ്മെന്റ് എന്താണ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ആസ് എ മാനേജ്മെന്റ് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്? ഹൈ വാല്യൂ ഐറ്റംസ് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നാണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്? 100% ചെക്ക് ചെയ്യണം എന്നാണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്? ആസ് എൻ ഓഡിറ്റർ എന്റെ ഡ്യൂട്ടി എന്താണ്? അറ്റൻഡ് ചെയ്യുക. അപ്പൊ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? മാനേജ്മെന്റ് എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണ്? മാനേജ്മെന്റ് ആണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഇറങ്ങിയിട്ട് ഫിസിക്കൽ വെരിഫൈ ചെയ്യോ? ഇല്ലല്ലോ. മാനേജ്മെന്റ് അവിടെ കുറച്ച് സ്റ്റാഫ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഫിസിക്കൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഈ ടോപ്പ് ക്ലാസ് മാനേജ്മെന്റ് മറ്റേ ഷർട്ട് മുണ്ടൂട്ടിട്ട് വന്നിട്ട് ഇരുന്ന് വെരിഫൈ ചെയ്യോ? ഇല്ലല്ലോ. സോ അവരെന്ത് ചെയ്യും? അവരുടെ വേറെ കുറച്ച് എംപ്ലോയീസിനെ ഹയർ ചെയ്യും അല്ലെ. സോ ഈ എംപ്ലോയീസിന് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫിസിക്കൽ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്? അത് ഞാൻ ചെക്ക് ചെയ്യണം. അവിടെ മാനേജ്മെന്റ് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് സ്റ്റാഫ്സ്, ഓക്കെ, അത് ഞാൻ ഒബ്സർവ് ചെയ്യണം. ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് ഒബ്സർവ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ് കൗണ്ട് പ്രൊസീജിയർ. ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് ഒബ്സർവ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ് കൗണ്ട് പ്രൊസീജിയർ ആൻഡ് ഐ ഷുഡ് ഇൻസ്പെക്ട് ദ ഇൻവെന്ററി. ഇൻസ്പെക്ട് ദ ഇൻവെന്ററി എന്ന് പറയുന്നതാണ്, ഞാൻ അവിടെ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യണം. ഇൻസ്പെക്ട് ദ ഇൻവെന്ററി ആൻഡ് ഐ ഷുഡ് പെർഫോം ടെസ്റ്റ് കൗണ്ട്. 100% ഒന്നും ഞാൻ വെരിഫൈ ചെയ്യത്തില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ടെസ്റ്റ് കൗണ്ട് ചെയ്യും. സാമ്പിൾ എടുത്ത് ഞാൻ ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് പറയും, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇൻവെന്ററി ഞാനിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നത് ഒരു കാറിന്റെ ഷോറൂം ആണെന്ന് വിചാരിക്കാം. കാറിന്റെ ഷോറൂം, മാരുതി സുസുക്കിയുടെ കാറിന്റെ ഷോറൂം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻവെന്ററി പറയാലോ, അതുകൊണ്ടാട്ടോ. കാറിന്റെ ഷോറൂമാണ് ഓഡിറ്റ് ചെയ്തത്. അപ്പൊ അവിടെ ഒരുപാട് കാറിന്റെ പേരുണ്ട്. മാരുതി സുസുക്കി ഓൾട്ടോ, മാരുതി സുസുക്കിയുടെ വേഗണാർ, മാരുതി സുസുക്കിയുടെ സിയാസ്, മാരുതി സുസുക്കിന്റെ ബലേനോ, ഒരുപാട് ഓംനി, കുറേ കാറുണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് ഞാൻ പെട്ടെന്ന് അതിന്റെ നടുക്കുള്ള ഏതെങ്കിലും കാർ, ഞാൻ വേഗണാർ എത്ര കാറുണ്ട് എനിക്ക് ചെക്ക് ചെയ്യണം. വേഗണാർ മാത്രം ഞാൻ ചെക്ക് ചെയ്തു. ഐ എം പെർഫോമിംഗ് ദ ടെസ്റ്റ് കൗണ്ട്. ടെസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നതാണ് 100% വെരിഫിക്കേഷൻ ആണോ ഞാൻ ടെസ്റ്റ് കൗണ്ട് എന്ന് പറയാം? അല്ല. ടെസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ വി ആർ ടെസ്റ്റിംഗ് അല്ലെ, നമ്മുടെ സാമ്പിൾ ബേസിസ് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചെക്ക് ചെയ്യും. സാമ്പിൾ ബേസിൽ ഇവർ നോട്ട് ചെയ്യുന്ന റെക്കോർഡിനൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിക്കാൻ വേണ്ടി ഞാൻ അത് സാമ്പിൾ ബേസിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? ആൻഡ് I should perform audit procedure over entities final inventory record to determine whether they are actually reflecting the actual inventory count result. അതായത് മാനേജ്മെന്റിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 31st മാർച്ചിൽ ഓരോ ഐറ്റത്തിനും ബാലൻസ് ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ആണ്, കാറിന്റെ ബാലൻസ് കാണിക്കാണ്. വേഗണാർ 40 എണ്ണം ഉണ്ട്, സിയാസ് 20 എണ്ണം ഉണ്ട്, ബലേനോ 10 എണ്ണം ഉണ്ട്, പിന്നെ ഓൾട്ടോ 5 എണ്ണം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ ബുക്സിനകത്ത് അവർ ഇൻവെന്ററി കൗണ്ടിങ് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് പെർഫോം ഓഡിറ്റ് പ്രൊസീജിയർ ഓവർ ദ എൻറ്റിറ്റീസ് ഫൈനൽ ഇൻവെന്ററി റെക്കോർഡ് ടു സീ വെദർ ദേ ആർ ആക്യുറേറ്റ്ലി റിഫ്ലക്ടിങ് ഇൻ ദ ബുക്സ്. ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ഞാനൊന്ന് ഓഡിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ അവിടെ പറയാണ് ബലേനോ 30 എണ്ണം ഉണ്ടെന്ന്. അപ്പൊ ഞാനൊന്ന് ബലേനോ 30 എണ്ണം ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ബലേനോ 30 കാറുണ്ടോ ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെയാണ്, ബലേനോ എന്ന് പറഞ്ഞ കാറിന്റെ പേരാട്ടോ. അപ്പൊ ഞാൻ അതോടെ ബലേനോ 30 എണ്ണം ഉണ്ടോ ഞാൻ ചെക്ക് ചെയ്യും. അപ്പൊ 30 എണ്ണം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. സോ അവരുടെ ബുക്സിനകത്ത് കാണിച്ചിട്ടുള്ള റെക്കോർഡ് കാണിച്ചിട്ടുള്ള സംഭവം ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തിക്കാം അല്ലെ. സോ ഒന്നുകൂടി ഞാൻ പറയാം, ഇൻവെന്ററി നമ്മൾ ആദ്യം പറഞ്ഞു, ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ? മാനേജ്മെന്റ് ആണ് റെസ്പോൺസിബിൾ അല്ലെ. എന്റെ ഡ്യൂട്ടി എന്താണ്? ആസ് എൻ ഓഡിറ്റർ എന്റെ ഡ്യൂട്ടി എന്താണ്? അതിന്റെ എക്സിസ്റ്റൻസും അതിന്റെ കണ്ടീഷനും ചെക്ക് ചെയ്യുക. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു ഇൻവെന്ററി അവിടെ ആക്ച്വലി ഉണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണ്, ഇന്നത്തെ അതിന്റെ കണ്ടീഷൻ പുവർ കണ്ടീഷൻ ആണോ ഗുഡ് കണ്ടീഷൻ ആണോ? കാരണം പുവർ കണ്ടീഷൻ ആണോ നമുക്ക് ആ ഇൻവെന്ററിയുടെ 100% വാല്യൂ നമുക്ക് കിട്ടത്തില്ല അല്ലെ. സോ ആസ് ആൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ എക്സിസ്റ്റൻസും ചെക്ക് ചെയ്യണം, അതിന്റെ കണ്ടീഷനും ചെക്ക് ചെയ്യണം. ഓക്കെ ആണോടാ? ഓക്കെ ആണ്. സോ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് ആൻ ഓഡിറ്റർ ഐ ഷുഡ് അറ്റൻഡ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലെ. മാനേജ്മെന്റ് ഫിസിക്കൽ വെരിഫൈ ചെയ്യുന്ന ഏത് ദിവസമാണോ? മിക്കവാറും അത് മാർച്ച് 31 തന്നെ ആയിരിക്കും. ഓക്കെ, മാർച്ച് 31 തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് അവർ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ആസ് എൻ ഓഡിറ്റർ മാനേജ്മെന്റ് എന്നാണോ ഫിസിക്കൽ വെരിഫൈ ചെയ്യുന്നത് ആ ദിവസം ഞാൻ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ആ ദിവസം ഞാൻ അറ്റൻഡ് ചെയ്യണം. സോ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മാനേജ്മെന്റ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്ന ടീംസിനോട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഫോർ എക്സാമ്പിൾ 100% ഒന്നും വിടരുത്, എല്ലാം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഹൈ വാല്യൂ ഐറ്റംസ് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ 100% ഓഫ് ഹൈ വാല്യൂ ഐറ്റംസ്, 70% ഓഫ് ദ ലോ വാല്യൂ ഐറ്റംസ്, അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ വാട്ട് എവർ ബി ദ ഇൻസ്ട്രക്ഷൻ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ ഷുഡ് ഇവാലുവേറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് ആൻഡ് ദ പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ റിസൾട്ട്സ്. സോ അവരെങ്ങനെയാണ് ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ട് അവരെങ്ങനെയാണ് ബുക്സിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്? അവർ ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് മാനുവലി എഴുതുവാണോ ചെയ്യുന്നത്?
അതോ ലാപ്ടോപ്പും കൊണ്ടുപോയിട്ട് ലാപ്ടോപ്പിൽ അവർ ഫീഡ് ചെയ്യുകയാണോ ചെയ്തത്? ഹൗ ആർ ദേ റെക്കോർഡിംഗ് ദ ഫിസിക്കൽ റിസൾട്ട് ഓഫ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ? അവരവിടെ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നില്ലേ? ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ട് അവർ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്? ഇതെങ്ങനെ അവർ റെക്കോർഡ് ചെയ്യുന്നത്? കയ്യിൽ മാനുവലി ആണോ റെക്കോർഡ് ചെയ്യുന്നത്? അതോ ഓരോ ഇൻവെന്ററി വെരിഫൈ ചെയ്ത ശേഷം അവർ ഓക്കെ ബാച്ച് 1 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ഫിസിക്കലി വെരിഫൈ ചെയ്തു, ബാച്ച് 2 വെരിഫൈ ചെയ്തു, അവർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന കാര്യം ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം, ഞാനത് നിരീക്ഷിക്കണം. ഒബ്സർവ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ് കൗണ്ട്, ഇൻസ്പെക്ട് ദ ഇൻവെന്ററി, ഞാനും ഇൻസ്പെക്ട് ചെയ്യണം. ആൻഡ് പെർഫോം ദ ടെസ്റ്റ് കൗണ്ട്. പെർഫോം ദ ടെസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഞാനും സാമ്പിൾ ബേസിസ് ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെന്താ പറയുന്നത്? ബുക്സിനകത്ത് ഫൈനൽ ഡേ ഉള്ള റെക്കോർഡ്, ഫൈനൽ ഇൻവെന്ററി റെക്കോർഡ്, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാനും കൂടി ഒന്ന് ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യണം. ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനും കൂടി ഒന്ന് സാമ്പിൾ ബേസിസിൽ ടെസ്റ്റ് നടത്തണം. I should perform the audit procedures over the entity's final inventory record to determine whether they are actually reflecting the actual inventory count results. Management count ചെയ്തിട്ട് എഴുതി as per the books 32 inventory, as per the physical count 32 inventory, difference 0 എന്ന് എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്നൊന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ എങ്ങനെ എഴുതാം? ആസ് പെർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് there are 32 വേഗണാർ, ആസ് പെർ ദ ഫിസിക്കൽ കൗണ്ട് there are 32 വേഗണാർ, ഡിഫറൻസ് 0. ഇങ്ങനെ മാനേജ്മെന്റ് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്തിട്ട്. അത് കറക്റ്റ് ആണോ എന്ന് ഞാനും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. മക്കളെ ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? ഇൻവെന്ററി എന്ന് പറയാ ഹെഡിങ് മനസ്സിലായോടാ? Sir, ആണോ? പറ. Attendance at physical inventory counting unless impracticable to എന്നുദ്ദേശിച്ച എന്താണ്? അതായത് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തുള്ളൂ. അൺലെസ് ഇംപ്രാക്ടിക്കബിൾ, അൺലെസ്സും കട്ടാക്കി, ഇംപ്രാക്ടിക്കബിൾ ഇമ്മും കട്ടാക്കി, രണ്ടും നെഗറ്റീവ് വേർഡ്സ് അല്ലേ. സോ ഇഫ് ഇറ്റ് ഇസ് പ്രാക്ടിക്കബിൾ ഗോ. അതായത് മക്കളെ ഇതൊന്ന് നോക്കിയേ, ഞാൻ ഈ അൺലെസ് എന്ന് പറഞ്ഞ നെഗറ്റീവ് വാക്കാണല്ലോ, അത് ഞാൻ കട്ടാക്കി. ഇംപ്രാക്ടിക്കബിൾ എന്ന് പറഞ്ഞ നെഗറ്റീവ് വാക്കാണല്ലോ, ഞാൻ ആ ഇമ്മ് കട്ടാക്കി. അപ്പൊ എന്തായി? പ്രാക്ടിക്കബിൾ ആയി. നെഗറ്റീവ് കട്ടാപ്പ് പ്രാക്ടിക്കബിൾ ആയില്ലേ. സോ ഇഫ് ഇറ്റ് ഇസ് പ്രാക്ടിക്കബിൾ യു ഗോ ആൻഡ് അറ്റൻഡ് എന്നാണ് പറഞ്ഞത്. നിന്നെ കൊണ്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ നീ തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓഡിറ്ററിന് പോകാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ആർട്ടിക്കിൾസ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എല്ലാ ക്ലയന്റിന്റെ മാർച്ച് 31 നിങ്ങൾ അവിടെ പോയിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. സോ എല്ലാ പ്രാവശ്യവും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. സോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ കുറച്ചു താഴെ പഠിക്കും. ഓക്കെ. സോ ആസ് എൻ ഓഡിറ്റർ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആസ് എൻ ഓഡിറ്റർ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ യു ഷുഡ് ഗോ ആൻഡ് അറ്റൻഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോടാ? മനസ്സിലായോ മോളെ? മനസ്സിലായി സർ. ഓക്കെ. സോ നെക്സ്റ്റ് പറഞ്ഞത് അറ്റൻഡൻസ് അറ്റ് ദ ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിംഗ് ആണ്. അറ്റൻഡൻസ് അറ്റ് ദ ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിംഗ് ഇൻവോൾവ്സ്, അവിടെ നമ്മൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? വി ഹാവ് ടു ഇൻസ്പെക്ട് ദ ഇൻവെന്ററി, വി ഹാവ് ടു ഒബ്സർവ് ദ മാനേജ്മെന്റ് സിറ്റുവേഷൻ. അതായത് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ അതേ പോയിന്റ് എവിടെയും പറഞ്ഞത്, വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ് പറഞ്ഞത്. ഓക്കെ, ഇച്ചിരി വലുതാക്കി പറഞ്ഞത് മാത്രം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്ത് നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ ചെന്നിട്ട് ചുമ്മാ അവിടെ നിന്നാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻസ്പെക്ട് ദ ഇൻവെന്ററി. അതായത് ഇൻവെന്ററി ഒക്കെ ഇൻസ്പെക്ട് ചെയ്യണം നമ്മൾ. പിന്നെ ഒബ്സർവ്, മാനേജ്മെന്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അവിടുത്തെ എംപ്ലോയീസിന്, അവർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ട് അവർ എങ്ങനെയാണ് ഫിസിക്കലി കൗണ്ട് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ നിരീക്ഷിക്കണം. ഒബ്സർവ്. ആൻഡ് ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് ആസ് ടു ദ റിലയബിലിറ്റി ഓഫ് മാനേജ്മെന്റ് കൗണ്ട്സ് പ്രൊസീജിയർ. ഓഡിറ്റ് എവിഡൻസ് ഞാൻ കറക്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നതിന്റെ എവിഡൻസ് ഞാൻ കളക്ട് ചെയ്യണം. അതായത് ഒബ്റ്റെയിനിങ് ദ ഓഡിറ്റ് എവിഡൻസ് ആസ് ടു ദ റിലയബിലിറ്റി ഓഫ് ദ മാനേജ്മെന്റ് കൗണ്ട് പ്രൊസീജിയർ. മാനേജ്മെന്റ് കൗണ്ട് ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണോ? ഈ ഇൻവെന്ററിയുമായിട്ട് അത്യാവശ്യ ധാരണയുള്ള ആളുകൾ തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആർട്ടിക്കൽഷിപ്പ് ലൈഫിൽ നമുക്കൊരു കണ്ണൂർ ഹാർ കാർസ് എന്ന് പറഞ്ഞൊരു മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂം ഉണ്ട്. അപ്പൊ അവരുടെ സ്പെയർ പാർട്സിന്റെ ഇൻവെന്ററി വെരിഫിക്കേഷന് സർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. ആക്ച്വലി നമുക്കറിയാം, തിയററ്റിക്കലി നമ്മൾ എന്താ പറയുന്നത്? ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മളല്ല ചെയ്യേണ്ടത്, മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഫിസിക്കലി അറ്റൻഡ് ചെയ്താൽ മതി എന്നല്ലേ പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പ്രാക്ടിക്കലി വരുമ്പോൾ നമ്മളും അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് മൊത്തം ഇരുന്നിട്ടൊക്കെ ഫിസിക്കലൊക്കെ വെരിഫൈ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് സ്പെയർ പാർട്സ് ആയിരുന്നു. ഓക്കെ, ഈ സ്പെയർ പാർട്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പോൾ യാതൊരു ധാരണയില്ലാത്ത നമ്മൾ അവിടെ പോയിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്താൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇല്ല. കാരണം അവരുടെ നട്ട് വോൾട്ടിന്റെ എന്തൊക്കെയോ കോഡ് ഭാഷ ഒക്കെ പറയും. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല. നമ്മളാണ് ആർട്ടിക്കിൾസാ. നമ്മളവിടെ പോയി നമ്മൾ തോന്നുന്നു നിങ്ങൾ ഫിസിക്കലി വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു സാറ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ നോക്കി, ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഫിസിക്കൽ വെരിഫിക്കേഷൻ അൾട്ടിമേറ്റ് ഫെയിലർ ആയിരുന്നു. കാരണം എന്താ? ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഫിസിക്കൽ വെരിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തുണ്ടാവണം? അവിടെയുള്ള ഇൻവെന്ററിയെ കുറിച്ച് നോളേജ് ഉണ്ടാവണം. സോ ഇതൊക്കെ ആസ് എൻ ഓഡിറ്റർ ഞാൻ ചെക്ക് ചെയ്യണം. അവിടെ നോളജബിൾ ആയിട്ടുള്ള ആൾ തന്നെയാണോ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നത്?
കാരണം നമ്മളിപ്പോൾ ചെന്നിട്ട് അവിടെ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാറൊക്കെ നമുക്ക് പെട്ടെന്ന് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ധാരണയുണ്ട്, വേഗണാർ, ഇത് ബലേനോ, ഇത് സിയാസ്, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ധാരണ ഇല്ലാത്ത കുറെ ഐറ്റംസ് ഉണ്ടാവും. ഈ ബസ്സിന്റെ നട്ട് ബോൾട്ട്, കാറിന്റെ നട്ട് ബോൾട്ട്, ഇതിനൊക്കെ ഒരുപാട് കോഡ് ഭാഷയൊക്കെ അവർക്ക് ഉണ്ടാവും. നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടാവോ? ഇല്ല. സോ ആസ് എൻ ഓഡിറ്റർ ഇതൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. ഐ ഹാവ് ടു ഇൻസ്പെക്ട് ദ ഇൻവെന്ററി, ഐ ഹാവ് ടു ഒബ്സർവ്, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ ആൻഡ് എന്താണ് ഒബ്റ്റെയിൻ ദ ഓഡിറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദ റിലയബിലിറ്റി. മാനേജ്മെന്റിന്റെ ആ ഫിസിക്കൽ കൗണ്ട് എനിക്കത് റിലൈ ചെയ്യാൻ പറ്റുമോ, അതോ ഞാൻ വീണ്ടും ഇനി ഫിസിക്കൽ കൗണ്ട് ചെയ്യും? സി ജസ്റ്റ് ഇമാജിൻ, മാനേജ്മെന്റ് ചെയ്ത ഫിസിക്കൽ വെരിഫിക്കേഷൻ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, യു ആർ നോട്ട് റിലൈഡ്, യു cannot rely on the management's physical counting. What should you do? Again, you might have to do the physical verification. അല്ലെ? If you are not satisfied with the way the management has physically verified, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വീണ്ടും ഫിസിക്കൽ വെരിഫൈ ചെയ്യണ്ടേ? സോ ആസ് എൻ ഓഡിറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് റിലയബിൾ ആണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് നിങ്ങൾ കളക്ട് ചെയ്യണം, എന്ന രീതിയിൽ നിങ്ങൾ കളക്ട് ചെയ്യണം. ഓക്കെ ആണോടാ? സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ ആണോ? എയും ബിയും സിയും? ഓക്കെ ആണ്. ഫൈൻ ഫൈൻ ഫൈൻ. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 4.3 നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ. നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നുമില്ല, സിമ്പിൾ സാധാ. അവിടെ എന്താ പറഞ്ഞത്? നീ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന ദിവസം നീ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നീ ഫിസിക്കൽ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നീ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നേച്ചർ ഓഫ് ഇൻവെന്ററി. അവിടെ എന്താണ് ഇൻവെന്ററി ഉള്ളത് അത് എനിക്ക് മുൻകൂട്ടി ഞാൻ ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആൻസർ വളരെ സിമ്പിളാണ്, ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണല്ലോ, ആ പോകുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവണം? ഞാൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, ആ പോകുന്ന ദിവസത്തിന് മുന്നേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവണം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്? ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന്, നേച്ചർ ഓഫ് ഇൻവെന്ററി, അവിടെയുള്ള ഇൻവെന്ററി എന്തൊക്കെയാണ്? ഓക്കെ, സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, നമ്മൾ 100% ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് ഓരോ ഫിസിക്കൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ്നെസിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ചെക്ക് ചെയ്യണം. RMM, അവിടെ RMM ഉണ്ടോ? റിസ്ക് ആ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട റിസ്ക് കൂടുതലാണോ? നേച്ചർ ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഈ ഇൻവെന്ററിയുടെ മുകളിൽ ഇന്റേണൽ കൺട്രോൾ, അത് ഞാൻ മുൻകൂട്ടി നോക്കണം. കാരണം ഇൻവെന്ററിന് മുകളിൽ ഇന്റേണൽ കൺട്രോൾ ഇല്ലെങ്കിൽ എന്തിനുള്ള റിസ്ക് ഉണ്ട്? അവിടുത്തെ ഇൻവെന്ററി, ഫോർ എക്സാമ്പിൾ ഒരു ഗോഡൌണിൽ ഒരുപാട് ഇൻവെന്ററി വെച്ചിട്ടുണ്ട്, ആ ഇൻവെന്ററിക്ക് തീരെ ഇന്റേണൽ കൺട്രോൾ ഇല്ലാന്ന് വിചാരിക്കുക. എന്താ ഇന്റേണൽ കൺട്രോൾ എന്ന് വെച്ചാൽ, ഒരു ഗോഡൌണിൽ ഉണ്ടാവുന്ന ഇന്റേണൽ കൺട്രോൾ എന്തൊക്കെയാ? ആ ഗോഡൌണിൽ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടാവണം, ആ ഗോഡൌണിൽ ഒരു ലോക്ക് ഉണ്ടാവണം, പിന്നെ ആ ഗോഡൌണിന്റെ അകത്ത് പോകാനും പുറത്ത് പോകുന്ന ആൾക്കാരുടെ പേര് നോട്ട് ചെയ്ത് വെക്കണം, അവിടെ ഒരു CCTV ഉണ്ടാവണം, അല്ലെ? പിന്നെന്താണ്, ആ ഇൻവെന്ററി ഒക്കെ കൃത്യമായിട്ടും സൂക്ഷിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്, വല്ല പല്ലി, എലി, പൂച്ച അതൊന്നും ഗോഡൌണിനകത്ത് പോകുന്നില്ല നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവും ഒരു ഇൻവെന്ററി, ഒരു ഗോഡൌണുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ മക്കളെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ഗോഡൌണിൽ ഒരുപാട് ഇൻവെന്ററീസ് സൂക്ഷിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ കൺട്രോൾ ഉണ്ടാവുക? അവിടെ അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ആൾക്കാരുടെ പേരൊക്കെ നോട്ട് ചെയ്യണം. കാരണം അവിടെ ആരെങ്കിലൊക്കെ തോന്നുന്നവനൊക്കെ കയറിയിട്ട് പോകാൻ പറ്റുമോ അതിന്റെ അകത്ത്? ഇല്ല. സോ ഇങ്ങനെ ഒരുപാട് കൺട്രോൾസ് ഉണ്ടാവില്ലേ? അവിടുത്തെ കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് എനിക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടാവും. ഞാൻ ഫിസിക്കൽ വെരിഫിക്കേഷന് പോകുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ധാരണ ഉണ്ടാവും. ടൈമിംഗ് ഓഫ് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ്, എത്ര മണിക്കാണ് ഫിസിക്കൽ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വെദർ ദ എൻറ്റിറ്റി മെയിൻറ്റെയിൻസ് എ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം നിങ്ങൾ കോസ്റ്റിംഗിൽ പഠിക്കുന്നുണ്ടോ? പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം പഠിക്കുന്നുണ്ടോ? പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്, എന്താണ്? കണ്ടിന്യൂസ് റെക്കോർഡിങ്, അല്ലെ? ഫിസിക്കൽ, അതായത് ഒരുപാട് സ്റ്റോക്ക് ഒക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ, അവർക്ക് ഡെയിലി ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർ എന്ത് ചെയ്യും? പഠിക്കുന്നുണ്ടോ നിങ്ങൾ കോസ്റ്റിംഗിനകത്ത് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം കൗണ്ടിങ്? ഹലോ, പെർപെച്വൽ ഇൻവെന്ററി കൗണ്ടിങ് പഠിക്കുന്നുണ്ടോ? കോസ്റ്റിംഗിലായിരിക്കും ഉണ്ടാവുക. എടാ, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഇല്ല, പഠിക്കുന്നില്ല. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. പെർപെച്വൽ ഇൻവെന്ററി കൗണ്ടിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമല്ലോ. അല്ലടാ, ഞാൻ കറക്റ്റാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് കറക്റ്റ് തന്നെയാണ്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതായത് പെർപെച്വൽ ഇൻവെന്ററി കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ വലിയ സ്ഥാപനങ്ങൾ ഒരുപാട് ഇൻവെന്ററീസ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഡെയിലി ഫിസിക്കൽ ഇൻവെന്ററി ചെയ്യാൻ പറ്റുമോ? ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇല്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പെർപെച്വലി അവർ ഇൻവെന്ററി സിസ്റ്റം, അതായത് ആ ഇൻവെന്ററി ഗോഡൌണിൽ ഇൻവെന്ററി ഒരു ഐറ്റം പുതിയത് വരുമ്പോഴും ഒരു ഐറ്റം പുറത്തേക്ക് പോകുമ്പോഴും ഓൺ റിയൽ ടൈം ബേസിസ് അവർ എന്ത് ചെയ്യും? നോട്ട് ചെയ്ത് വെക്കും. ഈ ഒരു സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. അതായത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നമുക്ക് എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ഇൻവെന്ററീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പറയുന്ന അത്ര എളുപ്പമല്ല.
അപ്പൊ അവരെന്ത് ചെയ്യും, ഓൺ റിയൽ ടൈം ബേസിസിൽ ആ ഇൻവെന്ററിയുടെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും അവർ നോട്ട് ചെയ്ത് വെക്കും. അതിന് സിസ്റ്റംസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഈ ഒരു സിസ്റ്റത്തിനാണ് ഞാൻ എന്ത് പറയുന്നത്, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. അപ്പൊ ആ എൻറ്റിറ്റി, ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന എൻറ്റിറ്റി അവർ ഓൾറെഡി പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ഞാൻ കൺസിഡർ ചെയ്യണം. അവിടെ ഞാൻ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? കമന്റ് ചെയ്തേ ഓക്കെ ആണോ എന്ന്. പെർപെച്വൽ അത് ഒന്നുകൂടി പറയണോ? ഒന്നുമില്ല, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ വലിയ സ്ഥാപനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, ഒരുപാട് ഐറ്റംസ്. അതൊക്കെ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നവർ നടക്കുന്ന, പ്രാക്ടിക്കലി അത്ര പറയുന്നത്ര എളുപ്പമല്ല ഇതൊന്നും. ഇറ്റ് ഇസ് നോട്ട് ആസ് ഈസി ആസ് വി സേ, അല്ലെ? സോ അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിയൽ ടൈം ബേസിസിൽ ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് സെയിൽ ചെയ്യുമ്പോൾ ഇൻവെന്ററി ഒന്ന് കുറയും, ഇൻകമിംഗ് വരുമ്പോൾ ഇൻവെന്ററി കൂടും. ഓൺ റിയൽ ടൈം ബേസിൽ അവർ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റിയൽ ടൈം ബേസിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഞാൻ എന്ത് പറയുന്നത്, പെർപെച്വൽ ഇൻവെന്ററി കൗണ്ടിങ് എന്ന് പറയാം. ചുമ്മാ ക്ലാസ്സിന് ശേഷം വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, യെസ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ലൊക്കേഷൻ അറ്റ് വിച്ച്, എവിടെയാണ് ഇൻവെന്ററീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തത്. എല്ലാ ഇൻവെന്ററീസും ഒറ്റ ലൊക്കേഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ചില സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഡിഫറെന്റ് ഗോഡൌൺസ് ഉണ്ടാവും. കേരളത്തിൽ ഒരു കണ്ണൂർ ഒരു ഗോഡൌൺ ഉണ്ടാവും, കണ്ണൂർ തന്നെ കോഴിക്കോട് ഒരു ഗോഡൌൺ ഉണ്ടാവും, തൃശ്ശൂർ ഒരു ഗോഡൌൺ ഉണ്ടാവും, ട്രിവാൻഡ്രത്ത് ഒരു ഗോഡൌൺ, ഒരേ ജില്ലയിൽ തന്നെ ഒരുപാട് ഗോഡൌൺസ് ഉണ്ടാവും. സോ എവിടെയൊക്കെയാണ് ഇൻവെന്ററീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് ലൊക്കേഷനിലാണ്. അവിടെയൊക്കെ ചെന്നിട്ട് ഞാൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതോട് ഞാൻ അറ്റൻഡ് ചെയ്യണം. സോ പിന്നെ ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത് വേണ്ടി എനിക്ക് വല്ല അസിസ്റ്റൻസിന്റെ ആവശ്യമുണ്ടോ? ഒരാൾ പോയാൽ മതിയോ? ഒന്നിൽ കൂടുതൽ ആളുകൾ പോകണോ? ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടല്ലേ? ഒന്ന് പറഞ്ഞ്, ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടല്ലേ? യെസ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി, ആൻസർ വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി. അതായത് മാറ്റേഴ്സ് റെലവെന്റ് ഇൻ പ്ലാനിങ് അറ്റൻഡൻസ് ഓഫ്. സോ ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യണം? ഇൻവെന്ററീസ് എന്തൊക്കെയാണ്, ഇൻവെന്ററീസുമായി ബന്ധപ്പെട്ട ഇന്റേണൽ കൺട്രോൾസ് എന്തൊക്കെയാണ്, അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, എപ്പോഴാണ് ടൈമിങ്, എവിടേക്കാണ് ലൊക്കേഷൻ, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണോ, വേറെ ആളുടെ സഹായം വേണോ, ഇതൊക്കെ ഞാൻ മുൻകൂട്ടി ധാരണ ഉണ്ടാക്കണം. ഓക്കെ ആണോടാ? അത് ഓക്കെ ആണോ? 4.3 ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് യെസ്. ഓക്കെ, ശ്രദ്ധിക്കണം. 4.4ലേക്ക് വരാണ് ഞാൻ. 4.4ലേക്ക് വരാണ്. ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ് കണ്ടക്ടഡ് അതർ ദാൻ ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് മാനേജ്മെന്റിന് 31 മാർച്ചിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ സാധിച്ചില്ല. നമ്മൾ നോർമലി പറയാറുള്ളത് 31 മാർച്ചിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം, അതാണ് ബെനിഫിഷ്യൽ, അതാണ് സജസ്റ്റബിൾ 31 മാർച്ചിന് നടത്തണം. പക്ഷെ 31 മാർച്ചിന് എല്ലാ പ്രാവശ്യം നടത്താൻ പറ്റും, നമുക്ക് പ്രാക്ടിക്കലി അത് നടക്കാൻ പറ്റും ഇല്ല. ചില സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് 31 മാർച്ചിന് നടത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? മാനേജ്മെന്റ് വേറൊരു ദിവസം ചെയ്യും ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഇഫ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇസ് കൗണ്ടിങ് ഇസ് കണ്ടക്ടഡ് അതർ ദാൻ ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, 31 മാർച്ചിന് അല്ലാത്തൊരു ദിവസത്തിലാണ് അവർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്തതെങ്കിൽ, ആസ് എൻ ഓഡിറ്റർ എന്റെ ഡ്യൂട്ടി എന്താണ്? 31 മാർച്ചിൽ അവിടെ എത്ര ഫിസിക്കൽ ഇൻവെന്ററി ഉണ്ടോ ആ ഇൻവെന്ററിയുടെ കൗണ്ട് കറക്റ്റ് ആണോ എന്ന് എൻഷോർ ചെയ്യുക. അതല്ല എന്റെ ഡ്യൂട്ടി. 31 മാർച്ചിന് അവിടെ എത്ര ഇൻവെന്ററി ഉണ്ട്, ആ ഇൻവെന്ററിയും ബുക്സിനകത്ത് കാണിച്ചിട്ടുള്ള നമ്പർ ഓഫ് ഇൻവെന്ററീസും കറക്റ്റ് ആണോ എന്ന് എൻഷോർ ചെയ്യുക. അതല്ല എന്റെ ഡ്യൂട്ടി. യെസ്. സോ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയത് 31 മാർച്ചിന് അല്ല എന്ന് വിചാരിക്കുക. 31 മാർച്ചിന് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇഫ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൗണ്ടിങ് ഈസ് കണ്ടക്ടഡ് അറ്റ് എ ഡേറ്റ് അതർ ദാൻ ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഈസ് കണ്ടക്ടഡ് അറ്റ് എ ഡേറ്റ് അതർ ദാൻ ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റർ യു ഷുഡ് ഒബ്ടെയിൻ, എന്താണ് ഓഡിറ്റർ, ഇൻ എഡീഷൻ ടു ദ പ്രൊസീജിയേഴ്സ് റിക്വയർഡ് എബവ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫിസിക്കൽ വെരിഫൈ ചെയ്യുക, അറ്റൻഡൻസ് ചെയ്യുക, പിന്നെന്താണ് ടെസ്റ്റ് ചെക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇൻ എഡീഷൻ ടു ദാറ്റ്, അതൊക്കെ നീ എന്തായാലും ചെയ്യണം, അതൊക്കെ നീ നിർബന്ധമായിട്ട് ചെയ്യണം. ഇപ്പൊ 31 മാർച്ച് ആണെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, കളക്ട് ദ എവിഡൻസ്, നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചില്ലേ, അതൊക്കെ നീ ചെയ്യണം. ഇൻ എഡീഷൻ ടു ദ പ്രൊസീജിയേഴ്സ്, അത് മാർക്ക് ചെയ്യണേ. എന്താ പറയുന്നത്? ഇൻ എഡീഷൻ ടു ദ പ്രൊസീജിയേഴ്സ് റിക്വയർഡ് എബവ് എന്നാ പറഞ്ഞത്. കണ്ടോ? ഇൻ എഡീഷൻ ടു ദ പ്രൊസീജിയേഴ്സ് റിക്വയർഡ് എബവ്, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അത് കൂടാതെ യു ഹാവ് ടു പെർഫോം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്ടെയിൻ എവിഡൻസ് വെദർ ദ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ബിറ്റ്വീൻ, അതായത് കൗണ്ട് ഡേറ്റും ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ്? 31 മാർച്ച്. നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ടേക്ക് ഫോർ ആൻ എക്സാമ്പിൾ 10th ഏപ്രിൽ ആണെന്ന് വിചാരിക്കുക. 10th ഏപ്രിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ 10th ഏപ്രിലുള്ള സ്റ്റോക്കും 31 മാർച്ചിലുള്ള സ്റ്റോക്കും സെയിം ആയിരിക്കുമോ? അല്ലല്ലോ. കാരണം ആ 31 മാർച്ചും 10th ഏപ്രിലിന്റെ ഇടയ്ക്ക് കുറെ പർച്ചേസും ചെയ്തിട്ടുണ്ടാവും, കുറെ സെയിൽ നടത്തിയിട്ടുണ്ടാവും, അല്ലേ? യെസ്. സോ ഈ പറഞ്ഞ പേർച്ചേസും സെയിലും, ഈ രണ്ട് പീരീഡിന്റെ ഇടയിൽ നടന്നിട്ടുള്ള പേർച്ചേസും സെയിലും ആസ് എൻ ഓഡിറ്റർ ഞാൻ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് എന്താ അറിയാൻ പറ്റത്തുള്ളൂ? 31 മാർച്ചിന്റെ ബാലൻസ് അറിയാൻ പറ്റത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ഹലോ, ആം ഐ ഓഡിബിൾ? ലാഗ് ആവുന്നുണ്ടോ? അയ്യോ, ലാഗ് ആവുന്നുണ്ട്? നോ, ഓക്കെ ആണ്. ഫൈൻ. ഓക്കെ, പെട്ടെന്നൊന്ന് വൈഫൈ കട്ടായ പോലെ കാണിച്ചു. ഓക്കെ,
സോ ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ, അതായത് ഫിസിക്കൽ വെരിഫിക്കേഷൻ 31 മാർച്ചിന് അല്ലാത്തൊരു ദിവസമാണ് നടത്തിയത് എന്ന് വിചാരിക്കാം. 31 മാർച്ചിന് അല്ലാത്തൊരു ദിവസമാണ് നടത്തിയതെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യം ചെയ്യണം. എന്ത്? ഇൻസ്പെക്ട് ദ ഡോക്യുമെന്റ്, ഒബ്സർവ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ, പിന്നെ ഒബ്റ്റെയിൻ ദ ഓഡിറ്റ് എവിഡൻസ്. നമ്മൾ നേരത്തെ മുൻകൂട്ടി പഠിച്ചില്ല, അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടിടണം. അത് കൂടാതെ ആസ് എൻ ഓഡിറ്റർ ഐ ഷുഡ് പെർഫോം ഓഡിറ്റ് പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ എവിഡൻസ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദ ഇൻവെന്ററി ബിറ്റ്വീൻ ദ കൗണ്ട് ഡേറ്റ് ആൻഡ് ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കൗണ്ട് ഡേറ്റ്, എന്റെ എക്സാമ്പിൾ പറഞ്ഞ കൗണ്ട് ഡേറ്റ് എത്രയായിരുന്നു? 10 ഏപ്രിൽ. ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 31 മാർച്ച്. ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള സെയിലും പർച്ചേസും ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെക്ക് ചെയ്യണം. അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഐ ഷുഡ് പെർഫോം ദ ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ ആണോ? 4.4 ഒന്ന് വായിച്ച ശേഷം കമന്റ് ചെയ്യുക ഓക്കെ ആണെന്ന്. ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് മ്യൂട്ട് മാറ്റിയിട്ട് എന്നോട് സംസാരിച്ചാലും മതി. ഓക്കെ ആണ് സർ, ഫൈൻ, ക്ലിയർ ആണ്, ഗുഡ്. ബാക്കിയുള്ളവർക്കെല്ലാം ഓക്കെ ആണോടാ? തേജസ്, അലീന, ആൻഡ്രിയ? ഓക്കെ ആണ്, ഫൈൻ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അടുത്തത് ശ്രദ്ധിക്കണേ. ഇനി ഓഡിറ്ററിന് ശ്രദ്ധിക്കണേ. ഇഫ് ദ ഓഡിറ്റർ ഇസ് അൺഏബിൾ ടു അറ്റൻഡ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൗണ്ടിങ് ഡ്യൂ ടു അൺഫോർസിൻ സർക്കംസ്റ്റൻസ്. മാനേജ്മെന്റ് 31 മാർച്ചിന് ഫിസിക്കൽ വെരിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഓഡിറ്ററിന് പറ്റുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അറ്റൻഡ് ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ അൺലെസ് ഇംപ്രാക്ടിക്കബിൾ. അപ്പൊ എനിക്ക് പ്രാക്ടിക്കലി അവിടെ പോകാൻ പറ്റുന്നില്ല ഡ്യൂ ടു സം സർക്കംസ്റ്റൻസ്. എനിക്ക് ഓഫീസിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഫുഡ് പോയിസൺ അടിച്ചു, ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ഫുഡ് പോയിസൺ അടിച്ചു, ഞങ്ങൾക്കാർക്കും പോകാൻ പറ്റിയില്ല ഫിസിക്കൽ വെരിഫിക്കേഷന്. 30 മാർച്ചിന് ഇയർ എൻഡ് ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും KFC ചിക്കൻ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ മേടിച്ചു കൊടുത്തു, എല്ലാവർക്കും ഫുഡ് പോയിസൺ ഓഫീസിൽ. അപ്പൊ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പോകാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു, ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ. ഓക്കെ, എന്തോ ഒരു കാരണം കൊണ്ട് നമുക്ക് അവിടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? ജസ്റ്റ് ലോജിക്കാണ്. 31 മാർച്ചിന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യണം? വേറൊരു ദിവസം നമ്മൾ ചെയ്യും, വേറൊരു ദിവസം നമ്മൾ പോയിട്ട് ഫിസിക്കൽ വെരിഫൈ ചെയ്യും. If the auditor is unable to attend the physical inventory counting due to unforeseen circumstance, the auditor shall make or observe some physical counts on an alternative date. 31 മാർച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് വേറൊരു ദിവസം. എന്ന് വെച്ചാൽ നീ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണോ? മാനേജ്മെന്റ് ചെയ്യുന്ന ദിവസം നിനക്ക് പോകാൻ പറ്റില്ല, നീ എന്ത് ചെയ്യും? വേറൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? നമ്മളായിട്ട് ടെസ്റ്റ് കൗണ്ട് ഒക്കെ ചെയ്തിട്ട് ഫിസിക്കൽ വെരിഫൈ ചെയ്യും. 100% മാനേജ്മെന്റിനോട് നമുക്ക് വീണ്ടും പറയാൻ പറ്റുമോ? എനിക്ക് വരാൻ പറ്റിയിട്ടില്ല, ഒരു കാര്യം ചെയ്ത് നീ 3-ാം തീയതി ഞാൻ വരാം, 3-ാം തീയതി വരും, നീ വീണ്ടും ഫിസിക്കൽ വെരിഫൈ ചെയ്യണം എന്ന് പറയാൻ പറ്റും നമുക്ക്? പ്രാക്ടിക്കലി ചിന്തിച്ചു നോക്ക്. മാനേജ്മെന്റ് 31 മാർച്ചിന് ഫിസിക്കൽ വെരിഫൈ ചെയ്യുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വിളിച്ച് പറയാണ് മാനേജ്മെന്റിനോട്, എടാ മാനേജ്മെന്റ്, എനിക്ക് 31 മാർച്ചിന് വരാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏപ്രിൽ 5-ാം തീയതി വരാം, അന്ന് നീ വീണ്ടും ഫിസിക്കൽ വെരിഫൈ ചെയ്യും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ വിളിച്ചു പറയും, എനിക്ക് വരാൻ പറ്റില്ല, ഏപ്രിൽ 5-ന് ഞാൻ എൻ്റെ പിള്ളേരെ വിടും, പിള്ളേരൊന്ന് അവിടെ ടെസ്റ്റ് കൗണ്ട് നടത്തും. ഓക്കെ, വിൽ ഒബ്സർവ് സം ഫിസിക്കൽ കൗണ്ട്സ് ഓൺ ആൻ ആൾട്ടർനേറ്റീവ് ഡേറ്റ്. അവർ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് അവർ ഫിസിക്കൽ വെരിഫൈ ചെയ്യും. ആ സമയം നിങ്ങളൊന്ന് കൂടെ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓഡിറ്ററിന് 31 മാർച്ചിന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു ദിവസം. ഇത് ലോജിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇത് ആക്ച്വലി ഇത് പഠിക്കാനൊന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾക്ക് 31 മാർച്ചിന് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ദിവസം പോയിട്ട് ഓഡിറ്റ് ചെയ്യും. സിമ്പിൾ, അത്രയല്ലേ ഉള്ളൂ. യെസ്. അടുത്തത്, അറ്റൻഡൻസ് അറ്റ് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ് ഈസ് ഇംപ്രാക്ടിക്കബിൾ. എന്താ പറയുന്നത്? അറ്റൻഡൻസ് ഇൻ ഫിസിക്കൽ, നിങ്ങൾക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ പോകാനേ പറ്റുന്നില്ല. നമ്മുടെ ഈ ഒരു ടോപ്പിക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് നമ്മുടെ 2020 കൊറോണ കാരണം. ഓർക്കുന്നുണ്ടോ? മാർച്ച് 22-നാണ് നരേന്ദ്രമോദി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. മാർച്ച് 22, 2020-നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അതിനുശേഷം എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാൽ തന്നെ മറ്റേ കത്തെടുത്ത് പോകണം, പോലീസുകാരുടെ തല്ല്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മാർച്ച് 2020 ആ സമയത്ത് നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ പോകാൻ പറ്റിയായിരുന്നോ? ഇല്ല. അപ്പോൾ ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ചോദ്യം. നമുക്ക് ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും നമുക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അറ്റൻഡൻസ് അറ്റ് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ് ഈസ് ഇംപ്രാക്ടിക്കബിൾ. ഇഫ് ദ അറ്റൻഡൻസ് അറ്റ് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ് ഈസ് ഇംപ്രാക്ടിക്കബിൾ, എനിക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ദ ഓഡിറ്റർ ഷാൽ പെർഫോം ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഞാൻ വേറെ വല്ല രീതിയിലും, സർ എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ? ഐ വിൽ ടെൽ യു, ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഞാൻ വേറെ വല്ല ഓൾട്ടർനേറ്റീവ് വേസിനകത്ത് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം.
വേറെ വല്ല രീതിയിലും ഞാൻ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ ചെക്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഡു സോ, ഓഡിറ്ററിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ആ സാഹചര്യത്തിൽ ഐ ഷുഡ് മോഡിഫൈ മൈ ഒപ്പീനിയൻ. Can I provide an unmodified opinion without physical verification? Tell me. Can I provide an unmodified opinion without physical verification of inventory? No. നോ അല്ലെ. അപ്പൊ ഇൻവെന്ററിയിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലോ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. സോ ആ സാഹചര്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഷുഡ് മോഡിഫൈ മൈ ഓഡിറ്റ് ഒപ്പീനിയൻ. ഞാനൊരു ക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് 2019-20 നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്ക കമ്പനീസും എന്ത് കൊടുത്തിട്ടുണ്ട്? ക്വാളിഫൈഡ് റിപ്പോർട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി സാധിച്ചില്ല. ഓക്കെ. അല്ലെങ്കിൽ മറ്റ് ചില ഓഡിറ്റേഴ്സ് എന്ത് ചെയ്തു? ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ വഴി എവിഡൻസ് കളക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തു. കാരണം ഈ ക്വാളിഫൈഡ് ഒപ്പീനിയൻ അത്ര നല്ലതല്ലോ. സോ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ കമ്പനീസ് ഒക്കെ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. ഓക്കെ. സോ ആസ് എൻ ഓഡിറ്റർ എനിക്ക് ഇംപ്രാക്ടിക്കബിൾ ആണ്, എനിക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ തീരെ പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് തീരെ പറ്റുന്നില്ല, ലോക്ക്ഡൌൺ ആണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് എക്സാമ്പിൾ, ഇപ്പം എന്റെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ആണ്, അപ്പുറത്തെ സംസ്ഥാനത്ത് അത്ര സ്ട്രിക്റ്റ് അല്ല. അപ്പൊ അപ്പുറത്തെ സംസ്ഥാനത്താണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത്, എനിക്ക് ആ സംസ്ഥാനത്ത് പോകാൻ പറ്റുന്നില്ല. കാരണം കേരളത്തിൽ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു ലോക്ക്ഡൌൺ. ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് പോലീസൊക്കെ പിടിച്ച് തല്ലിക്കൊല്ലും അല്ലെ. തല്ലും അല്ലെ. സോ അങ്ങനെയാണ് എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? I should try to perform alternative ways to collect the evidence. If alternative ways എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? I should modify my opinion. ഓക്കെ ആണോടാ? ആ പാരഗ്രാഫ് ഓക്കെ ആണോ എല്ലാവർക്കും? Okay. In some cases, attendance at physical inventory counting may be impracticable due to factors such as nature and location of inventory. അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ എനിക്ക് സേഫ്റ്റി ആയിട്ട് തോന്നില്ല, എന്റെ സേഫ്റ്റിക്ക് അത് ത്രെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ പോകത്തില്ല. സി, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒരിക്കലും ഓഡിറ്ററിന്റെ സേഫ്റ്റിക്ക് ത്രെറ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ പോകത്തില്ല. അങ്ങനെ എന്റെ സേഫ്റ്റിക്ക് ഒരു ത്രെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദ മാറ്റർ ഓഫ് ജനറൽ, എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് എനിക്ക് ഓഡിറ്റ് റിപ്പോർട്ട് എഴുതാൻ പറ്റുമോ? എനിക്ക് പോകാൻ പറ്റില്ല, എന്റെ സേഫ്റ്റിക്ക് ത്രെറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ പറയണം, ഫിസിക്കൽ വെരിഫിക്കേഷൻ എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഫിസിക്കലി വെരിഫൈ ചെയ്തില്ല എന്ന് എനിക്ക് ഓഡിറ്റ് റിപ്പോർട്ട് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദ മാറ്റർ ഓഫ് ജനറൽ ഇൻകൺവീനിയൻസ് ടു ദ ഓഡിറ്റർ ഈസ് നോട്ട് സഫീഷ്യന്റ് റീസൺ ടു സപ്പോർട്ട് യുവർ ഡിസിഷൻ. എനിക്ക് പോകാൻ പറ്റിയില്ല, ദാറ്റ് ഈസ് നോട്ട് എ സഫീഷ്യന്റ് റീസൺ ടു സപ്പോർട്ട് യുവർ impracticability to attend the physical verification. നിനക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല, അവിടെ ബുദ്ധിമുട്ടുണ്ട്, അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്തില്ല, അത് ഓക്കെ ആണോ? അല്ല. കാരണം ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് കൃത്യമായിട്ടും പറയുന്നത്, ദ മാറ്റർ ഓഫ് ഡിഫിക്കൽട്ടി, ടൈം ഓർ കോസ്റ്റ് ഇൻവോൾവ് ഇറ്റ്സെൽഫ് ഇസ് നോട്ട് എ റീസൺ ടു ഒമിറ്റ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് കൃത്യമായിട്ടും ഇൻഹറന്റ് ലിമിറ്റേഷനിൽ പറയുന്നുണ്ട്. ഈ സെന്റൻസ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ദ മാറ്റർ ഓഫ് ഡിഫിക്കൽട്ടി, ടൈം ഓർ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഇറ്റ്സെൽഫ് ഇസ് നോട്ട് എ വാലിഡ് ബേസിസ് ഫോർ ഓഡിറ്റർ ടു ഒമിറ്റ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ. ഇൻഹറന്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി എടുത്തതാണോ എനിക്ക് ഓർമ്മയില്ല, എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് എടുക്കും. ഓക്കെ. സോ ഇൻഹറന്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ആ ഇൻഹറന്റ് ലിമിറ്റേഷനിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒരു വാലിഡ് റീസൺ അല്ല നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആ റീസൺ ഒരു വാലിഡ് റീസൺ അല്ല ഇൻ ഓർഡർ ടു ഒമിറ്റ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ. ഞാൻ ചില സമയത്ത് ഈ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് കിട്ടാതാവും, അവർ പരീക്ഷ ഈ CA എക്സാം എഴുതിയിട്ട് അവർ പാസ്സാവത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് പാസ്സാവത്ത്? അപ്പം പറയും, സർ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് സമയം വളരെ കുറവായിരുന്നു, ഓഫീസിൽ ലീവ് തീരെ കിട്ടിയില്ല. all these are not a valid reason. You know what your objective is, you have to somehow you have to find it. You have to find a way for that. So all these matter of difficulty, time and cost is not a valid reason for an auditor to skip an audit procedure. കൊറോണ ആയിരുന്നു, ലോക്ക്ഡൌൺ ആയിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് ഡെങ്കിപ്പനി പിടിച്ചു, ഒരു മാസമായിട്ട് ഞാൻ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഓൾ ദീസ് ആർ നോട്ട് എ വാലിഡ് റീസൺ ടു സ്കിപ്പ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ. കാരണം നിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വിശ്വസിച്ച് ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിച്ചിട്ടാണ് നിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വിശ്വസിച്ച കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മാറ്റർ ഓഫ് ഡിഫിക്കൽട്ടി, ടൈം ഓർ കോസ്റ്റ് ഈസ് നോട്ട് എ വാലിഡ് റീസൺ ടു omit an audit procedure, even if it is if it is impracticable for you to attend the physical verification, you have to somehow find some alternative ways to collect the evidence. You have to find alternative ways to collect the evidence. Sir, what are the alternative ways, sir? How can we identify alternative ways? For example, our internal auditor physical verification നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. I can use the work of internal auditor. SA 610 പഠിച്ചോർക്കുന്നുണ്ടോ? Using the work of internal audit function. ഓർക്കുന്നുണ്ടോ? SA 610 using the work of internal audit function. Hello.
ഓർക്കുന്നുണ്ടോ? യെസ്. സോ ഇഫ് യു ക്യാൻ യൂസ് ദ വർക്ക് ഓഫ് ഇന്റർ ഓഡിറ്റർ SA 600 യൂസിംഗ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ, എന്താ എനിക്കല്ലേ പോകാൻ പറ്റാത്തത്? എവിടെ? ഫോർ എക്സാമ്പിൾ ഇവരുടെ ഗോഡൌൺ ഉള്ളത് ജമ്മു കാശ്മീരിലാണെന്ന് വിചാരിക്കുക. എനിക്ക് ഇവിടുന്ന് ജമ്മു കാശ്മീർ പോയി എന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അയ്യോ ജമ്മു കാശ്മീർ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നീ പോകണ്ടെന്ന് പറഞ്ഞു. ഞാനത് ജമ്മുവിലുള്ള എന്റെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു നീ ഫിസിക്കലി വെരിഫൈ ചെയ്യണം. ഹീസ് ഓൾസോ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. Okay, alternative ways. If you are not able to, if it is impracticable for you to attend physically, you should perform some alternative ways to collect the evidence. And the alternative ways, you can depend upon the report of internal auditor. You can call some another auditor to physically verify. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? You have to collect the alternative, you have to collect the evidence. Okay ആണോ? ഇനി ചില സാഹചര്യങ്ങളിൽ ഈ ഇൻവെന്ററി തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ടാവും. എല്ലാ പ്രാവശ്യം ഇൻവെന്ററി എൻറ്റിറ്റിയുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്നത് നിർബന്ധമില്ല. ചില സമയത്ത് ഇൻവെന്ററി വിൽ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ തേർഡ് പാർട്ടി. അപ്പം ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഇൻവെന്ററി തേർഡ് പാർട്ടിയുടെ കയ്യിലാണെങ്കിൽ എനിക്ക് എങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, എങ്ങനെ എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക? വെൻ ദ ഇൻവെന്ററി ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് തേർഡ് പാർട്ടി. ഐ എം ഡിസ്കസിങ് അബൌട്ട് ദിസ് പാരഗ്രാഫ്. വെൻ ദ ഇൻവെന്ററി ഈസ് അണ്ടർ ദ കസ്റ്റഡി ആൻഡ് ദ കൺട്രോൾ ഓഫ് തേർഡ് പാർട്ടി, the auditor should obtain sufficient appropriate audit evidence regarding the existence and conditions. See, inventory third പാർട്ടിയുടെ കയ്യിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ഡെൽവിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് വിചാരിക്കുക. ഡെൽവിന്റെ ഇൻവെന്ററീസ് ഒക്കെ ഉള്ളത് അപർണ എന്ന് പറഞ്ഞൊരു ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലാണ്. അപ്പൊ അപർണയുടെ കയ്യിലാണ് എന്തുള്ളത്? ഇൻവെന്ററീസ് ഉള്ളത് എന്നതുകൊണ്ട് ഞാൻ ഡെൽവിന്റെ ഓഡിറ്ററാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപർണയുടെ കയ്യിലാണുള്ളത്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? Is that a reason? Is that a valid reason to skip your audit procedure? No. So ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? I should obtain external confirmation from the third party. SA 505 ഓർക്കുന്നുണ്ടോ? സ്റ്റോക്ക് ലൈങ് വിത്ത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? SA 505 ഓർക്കുന്നുണ്ടോടാ? SA 505 ഓർക്കുന്നുണ്ടോ? അവിടെ നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? സി എക്സ്റ്റേണൽ കൺഫർമേഷൻ SA 505 സി പോയിന്റ് കണ്ടോ? സ്റ്റോക്ക് ലൈങ് വിത്ത് തേർഡ് പാർട്ടി. സ്റ്റോക്ക് ലൈങ് വിത്ത് തേർഡ് പാർട്ടി കണ്ടോ? അല്ലെ, തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് സ്റ്റോക്കുകൾ. നമുക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിയ പോലെ. യെസ്, സോ റിക്വസ്റ്റ് ദ കൺഫർമേഷൻ ഫ്രം ദ തേർഡ് പാർട്ടി. ഞാൻ അപർണയ്ക്ക് ഒരു മെയിൽ അയക്കും അല്ലെങ്കിൽ ഒരു കത്തയക്കും. അപർണ, ഐ എം ദ ഓഡിറ്റർ ഓഫ് ഡെൽവിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കൈൻഡ്ലി കൺഫേം വെദർ ഡെൽവിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻവെന്ററി നിങ്ങളുടെ കയ്യിലുണ്ടോ, അതിന് കണ്ടീഷൻ എന്താണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. I will request the confirmation. I will also perform inspection or other audit procedure appropriate in the circumstance. I will perform inspection. Documents ഞാൻ ചെക്ക് ചെയ്യും, എത്ര ക്വാണ്ടിറ്റീസ് ആണ് അവരുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ മറ്റു വല്ല ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യും. മറ്റു വല്ല ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അപർണയുടെ ഓഡിറ്റർ അവിടെ ഫിസിക്കൽ വെരിഫൈ ചെയ്യുമല്ലോ. അപർണയുടെ ഓഡിറ്റർ അപർണയുടെ കമ്പനി ഫിസിക്കൽ വെരിഫൈ ചെയ്യുമല്ലോ. ആ സമയത്ത് അവന് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി എക്സ്ട്രാ ആയിട്ടല്ലേ കിട്ടുക? അപർണയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇല്ലാത്തതായിട്ട് എക്സ്ട്രാ ആയിട്ടല്ലേ ഈ സ്റ്റോക്ക് ഉണ്ടാവുക? അതും എന്റെ സ്ഥാപനത്തിൽ ഡെഫിസിറ്റ് ആയിട്ടുള്ളതും അപർണയുടെ സ്റ്റോക്കിനകത്ത് എക്സസ് ആയിട്ടുള്ളതും രണ്ടും മാച്ച് ആവണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഡെൽവിന്റെ കമ്പനിയിൽ ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ കുറവ് കിട്ടിയ സ്റ്റോക്കും അപർണയുടെ കമ്പനി അപർണയുടെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കിട്ടിയ സ്റ്റോക്കും രണ്ടും സെയിം ആയിരിക്കണ്ടേ? ഹലോ, യെസ് സർ. സോ ഈ രീതിയിലാണ് ഞാൻ ഇൻവെന്ററി ചെക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ വി ആർ ഡൺ വിത്ത് ഇൻവെന്ററി എന്ന് പറഞ്ഞ പോർഷൻ. നമ്മൾ 3 ഐറ്റംസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ഇൻവെന്ററി, ഒന്ന് ലിറ്റിഗേഷൻ, ഒന്ന് സെഗ്മെന്റ് ഇൻഫർമേഷൻ. ഇൻവെന്ററി ഈസ് ഡൺ. ഓക്കെ ആണോ? ഇത് അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇത് സിമ്പിൾ ടോപ്പിക് ആണ്. ഇത് വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആണ്. എക്സാമിന് ചോദിച്ചാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ജസ്റ്റ് ലോജിക്കൽ തിങ്കിങ് മാത്രം മതി. ഓഡിറ്ററിന് ഫിസിക്കലി വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓഡിറ്ററിന് തിരേ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, സോ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ ഓക്കെ ആണോ? ഒന്ന് ഓവറോൾ ഒന്ന് ഓടിച്ച് നോക്കി. ഓവറോളെ ഇരുന്ന് ഓരോ സെന്റൻസ് വായിച്ചാൽ ഇന്ന് തീരത്തില്ല. സോ ഓവറോൾ ഒന്ന് ഒന്ന് ഓടിച്ച് നോക്കിയേ.
ഓക്കേടാ, അപ്പൊ അത് സെറ്റാണ്. അടുത്തത് നമ്മൾ ഫസ്റ്റ് ഇൻവെന്ററി ആയിരുന്നല്ലോ, ഇൻവെന്ററി കഴിഞ്ഞു. അടുത്തത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ചെറിയ ഐറ്റംസ്. ഓക്കെ, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം. നമ്മൾ ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം എന്ന് പറയുന്നത് കമ്പനിക്ക് അഗേൻസ്റ്റ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്. എന്താ അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ പറഞ്ഞത്? ഓഡിറ്ററിന്റെ അടുത്ത് നമ്മുടെ ഹെഡിങ് ഓർക്കുന്നുണ്ടോ? കംപ്ലീറ്റ്നെസ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ് ഇൻവോൾവിംഗ് ദ എൻറ്റിറ്റി എന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ്നെസ് ഓഫ് ലിറ്റിഗേഷൻ. വാട്ട് ഡു യു മീൻ ബൈ കംപ്ലീറ്റ്നെസ്? ഈ കംപ്ലീറ്റ്നെസ് നമ്മൾ എവിടെയെങ്കിലും വാക്ക് കേട്ടിട്ടുണ്ടോ? ഈ കംപ്ലീറ്റ്നെസ് എന്ന വാക്ക് എവിടെയെങ്കിലും, ഈ കംപ്ലീറ്റ്നെസ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? കംപ്ലീറ്റ്നെസ് എന്ന വാക്ക് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കംപ്ലീറ്റ്നെസ് എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അസേർഷനിൽ അല്ലെ? അസേർഷനിൽ അല്ലെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ അസേർഷനിലുള്ള ഒരു വാക്കാണ്. എന്താ കംപ്ലീറ്റ്നെസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ്ലി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ അത് ഉദ്ദേശിക്കുന്നത്? അതെ സർ, അതെ സർ. സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ മാനേജ്മെന്റിന് അഗേൻസ്റ്റ് ഒരു ലിറ്റിഗേഷനോ ക്ലെയിമോ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് നോർമലി എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ അതൊരു കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് അവർ കാണിക്കണം, അല്ലെങ്കിൽ അത് പ്രോപ്പർ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് അല്ലേ? കമ്പനിക്ക് അഗേൻസ്റ്റ് ഒരു കേസ് ഉണ്ട്. അപ്പൊ കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? അത് ഒന്നെങ്കിൽ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. കറക്റ്റ് അല്ലേ? ഹലോ മക്കളെ പറ, പ്ലീസ് ടെൽ മീ. എടാ, കമ്പനിക്ക് അഗേൻസ്റ്റ് ഒരു കേസോ ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്താ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? അത് ഒന്നെങ്കിൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, വരാൻ പോകുന്ന ലോസിനെ അഗേൻസ്റ്റ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരത് കണ്ടിൻജന്റ് ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലേ? യെസ്. ആസ് എൻ ഓഡിറ്റർ അതാണോ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്? അല്ല, ഞാൻ അതല്ല ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ എന്താ ചെക്ക് ചെയ്യുക? ഇവിടെ എന്താ പറയുക? ലിറ്റിഗേഷൻ ക്ലെയിമുമായി ബന്ധപ്പെട്ട് എന്താ ഇവിടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഓഡിറ്റർ? അവർ കാണിക്കേണ്ടതായിട്ടുള്ള എല്ലാ ലിറ്റിഗേഷനും കൃത്യമായിട്ടും കാണിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. വേറെ ഒന്നും, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രൊവിഷൻ കറക്റ്റ് ആണോ വെച്ചത്, ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? കംപ്ലീറ്റ്നെസ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ് ഇൻവോൾവിംഗ് ദ എൻറ്റിറ്റി എന്നാണ് പറഞ്ഞത്. സോ കംപ്ലീറ്റ്നെസ് ആണ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ? ഇവിടെ വേറെ ഒന്നും ചെക്ക് ചെയ്യണ്ട. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? കംപ്ലീറ്റ്നെസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. കാണിക്കേണ്ടതായിട്ടുള്ള എല്ലാ ലിറ്റിഗേഷനും അവർ കൃത്യമായിട്ടും കാണിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ആസ് എൻ ഓഡിറ്റർ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട എവിഡൻസ് ആണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോടാ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. ഇനി നമുക്ക് നോക്കാം, ലിറ്റിഗേഷൻ ക്ലെയിം പഠിക്കാൻ പോവാം. The auditor should design his audit procedure to identify the litigation and claim involving the entity which gives rise to RMM. As an auditor, ഞാൻ എന്താ ചെയ്യുന്നത്? എല്ലാ ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം? എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അവർ കാണിക്കേണ്ടതായിട്ടുള്ള എല്ലാ ലിറ്റിഗേഷനും ക്ലെയിമും കൃത്യമായിട്ടും കാണിച്ചിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കംപ്ലീറ്റ്നെസ് ആണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? സോ ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ പോവുക. ഫസ്റ്റ് സ്റ്റെപ്പ്, I will go and inquire to the management. I will straight away go and inquire to the management where applicable and others within the entity. ആരോടൊക്കെ ഈ ലിറ്റിഗേഷനെ കുറിച്ച് എനിക്ക് എൻക്വയറി ചെയ്യാം? ഒന്ന് മാനേജ്മെന്റിനോട് ചോദിക്കാം. അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഉള്ളിലുള്ള ഇൻഹൗസ് ലീഗൽ കൗൺസിലിലെ എന്ന് പറയുന്ന വക്കീൽ അല്ലെ, ലോയർ അല്ലെ, അഡ്വക്കേറ്റ്. സോ അവരോടും എനിക്ക് എൻക്വയറി ചെയ്യാം. പിന്നെന്താണ്? I will directly ask. After that I will indirectly check. ഓർക്കുന്നുണ്ടോ? ഫണ്ട് ഓഫ് ദ ഓഡിറ്റർ, ഡയറക്ട്ലി ആസ്ക്, ഇൻഡയറക്ട്ലി ചെക്ക്. ഓർക്കുന്നുണ്ടോടാ? ഹലോ, ഫണ്ട് ഓഫ് ദ ഓഡിറ്റർ ഓർക്കുന്നുണ്ടോ? ഡയറക്ട്ലി ആസ്ക്, ഇൻഡയറക്ട്ലി ചെക്ക്. Yes, sir. So after directly asking, I will review the minutes of the meeting, review the legal expense account. ഒക്കെ ഞാൻ റിവ്യൂ ചെയ്യണം. എന്ത് ഞാൻ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് റിവ്യൂ ചെയ്യുന്നത്? എത്ര എന്തെങ്കിലും ലീഗൽ എക്സ്പെൻസ് ആയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് ഫോർ എക്സാമ്പിൾ ഡെൽവിന്റെ കമ്പനിയാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെൽവിന്റെ ലോയറാണ് നന്ദന. ഓക്കെ, ഡെൽവിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. ഡെൽവിന്റെ ലോയറാണ് നന്ദന. അപ്പൊ നന്ദനക്ക് എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഇനി നന്ദനക്ക് പുറമെ അവിടെ വേറെ വല്ല ലോയറിന് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവിടെ നന്ദന മാത്രമല്ല ലോയർ ആയിട്ടുള്ളത്, വേറൊരു ഓഡിറ്ററും കൂടി, അവിടെ വേറൊരു ലോയറും കൂടി ഉണ്ട്, പേര് സിജ. അപ്പൊ അവിടെ 2 ലോയേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ലിറ്റിഗേഷനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നന്ദനോട് മാത്രം അന്വേഷിച്ചാൽ മതിയോ? സിജയോട് കൂടി അന്വേഷിക്കണ്ടേ? ഹലോ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ഡെൽവിൻ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്യാണ്. ഡെൽവിന്റെ ലോയറാണ്, അഡ്വക്കേറ്റ് ആണ് നന്ദന. അപ്പൊ ഞാൻ നന്ദനയുടെ അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു. നന്ദനക്ക് എത്ര പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്ദനയോട് എൻക്വയറി ചെയ്തു. പിന്നീട് ഞാൻ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അവിടെ വീണ്ടും കാണാണ് പേയ്മെന്റ് മെയ്ഡ് ടു അഡ്വക്കേറ്റ് സിജ എന്ന് പറഞ്ഞൊരു 5 ലക്ഷം രൂപ. അപ്പൊ അവിടെ സിജക്കും ഇവൻ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സിജ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനും കൂടി, മുഹമ്മദ് സിജ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനും കൂടി പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സിജയോടും കൂടി എൻക്വയറി ചെയ്യണ്ടേ?
സിജനോടും കൂടി എൻക്വയറി ചെയ്യണ്ടേ എന്തൊക്കെ ലിറ്റിഗേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ. സോ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? എൻക്വയറി ടു ദ മാനേജ്മെന്റ്, എൻക്വയറി ടു ദ മാനേജ്മെന്റ് ആൻഡ് അതേഴ്സ് വിത്തിൻ ദ എൻറ്റിറ്റി. സെക്കൻഡ് എന്താ പറയുന്നത്? യു റിവ്യൂ ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, യു റിവ്യൂ ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. തേർഡ് വൺ എന്താ പറയുന്നത്? യു റിവ്യൂ ദ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട്, യു റിവ്യൂ ദ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട്, യു റിവ്യൂ ദ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട്. ആ 3 പോയിന്റ് ഓക്കെ ആണോ നോക്കിയ പെട്ടെന്ന്. ഓക്കെ ആണോ? യെസ് സർ. എന്തൊക്കെ പറയുക? റിവ്യൂ ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, എൻക്വയറി ഓഫ് ദ മാനേജ്മെന്റ് and others within the entity, including the in-house legal counsel. I will straight away ask to the management, to the in-house legal counsel, review the minutes of the meeting, TCWG. I will review the minutes of the meeting. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മീറ്റിംഗ് നടക്കുമല്ലോ, ഇങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും മീറ്റിംഗിൽ സംസാരിക്കുമല്ലോ, അതിന് മിനിറ്റ്സ് ഞാൻ വായിക്കും. കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ എൻറ്റിറ്റി ആൻഡ് ലീഗൽ കൗൺസിൽ. കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ എൻറ്റിറ്റി ആൻഡ് ലീഗൽ കൗൺസിൽ എന്ന് പറയുന്നത് എനി കമ്മ്യൂണിക്കേഷൻ വിച്ച് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ എൻറ്റിറ്റി ആൻഡ് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ. ഒരു അഡ്വക്കേറ്റും നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിയും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ആ കമ്മ്യൂണിക്കേഷൻ അത് ചിലപ്പോൾ മെയിൽ കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ലെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവും. ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഓഡിറ്റ് ചെയ്യണം. കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കറസ്പോണ്ടൻസ് മീൻസ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ എൻറ്റിറ്റി ആൻഡ് ദ ലീഗൽ കൗൺസിൽ. ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ആവാം? മെയിൽ ത്രൂ ആവാം, മെയിൽ വഴി ആവാം കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കത്ത് എഴുതിയതായിരിക്കാം. സോ ഐ ഹാവ് ടു റിവ്യൂ ദ correspondence. I have to review the correspondence, what all communication which took place between the entity and external legal counsel. അത് ഞാൻ ചെക്ക് ചെയ്യണം. And I have to review the legal expense account. Okay sir. Next, if the auditor identifies an RMM regarding the litigation, എന്ത് ചെയ്യണം auditor? Very simple. അതായത് ഓഡിറ്റർ അവിടെ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട്, ലീഗൽ ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിം ചെക്ക് ചെയ്യണം. ഇത് ഓഡിറ്റർ അസസസ് ആൻ RMM. അവിടെ ഒരു RMM, അവിടെ ഒരു വളരെ റിസ്ക് ഉണ്ടെന്ന് ഓഡിറ്ററിന് തോന്നുവാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഷുഡ് സീക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എൻറ്റിറ്റീസ് ലീഗൽ കൗൺസിൽ. Auditor should seek direct communication with the അയ്യോ അവിടെ ഞാൻ നിങ്ങൾക്ക് ഇത്ര നേരം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹലോ, ഇത്ര നേരം നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇല്ല. എന്നിട്ട് ഇത്രയും നേരം നിങ്ങളുടെ വായിൽ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുമായിരുന്നോ? നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ വായ തുറന്നിട്ട്? ആരും ക്ലാസ്സിൽ ഇല്ലേ നിങ്ങളൊന്നും? ഒറ്റ കുത്തിനുണ്ടല്ലോ എല്ലാത്തിനും. ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാതെ വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒന്നും മിണ്ടാതിരിക്കുകയാണോ? സാർ എപ്പോ പോയതാ? നേരത്തെ പോയതല്ലേ? കുറെ നേരമായില്ലേ? ഇപ്പൊ പോയതാണോ? അല്ല, ഇപ്പൊ പോയതാണോ? പോസ് ആയതാണ്. ഓ ഫൈൻ ഫൈൻ ഫൈൻ. ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ ഒരു തവണ പോസ് അമർത്തിയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് എങ്ങനെ ആയതാണോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാ കുഴപ്പമില്ല, ഫൈൻ. ഇപ്പൊ ഇതാണ്, അപ്പൊ കുഴപ്പമില്ല. ഞാൻ തിരിച്ചെടുത്തു, ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. സോറി. ഓക്കെ, ശ്രദ്ധിക്കുക. ഇഫ് ദ ഓഡിറ്റർ അസസ് ദ RMM, ഇഫ് ദ ഓഡിറ്റർ അസസ് ദ RMM, ഞാൻ ഓഡിറ്റ് ചെയ്ത ലിറ്റിഗേഷൻ ക്ലെയിമിൽ ഞാൻ ഒരു RMM ഞാൻ നോക്കുവാണ്, RMM ഉണ്ടെന്ന് തോന്നുവാണ്, ഞാൻ എന്ത് ചെയ്യണം? ഐ ഷുഡ് സീക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എക്സാമിന് ചോദിക്കും. ഇഫ് ദ ഓഡിറ്റർ അസസ് ദ RMM, if the auditor assess the RMM regarding the litigation and claim, auditor എന്ത് ചെയ്യണം? He should seek direct communication with whom? He should seek direct communication to the external legal counsel. External legal counsel ഓട് സംസാരിക്കണം. He should seek direct communication with the external legal counsel. The auditor should do so through a letter of inquiry. So this is very important. A letter of inquiry requesting the entity's external legal counsel to communicate. ഈ ലെറ്റർ ഓഫ് എൻക്വയറി ആരുടെ ലെറ്റർ ഓഫ് എൻക്വയറി ആണ്? ഓഡിറ്ററിന്റെ ആണോ മാനേജ്മെന്റിന്റെ ആണോ? ദിസ് ലെറ്റർ ഓഫ് എൻക്വയറി ആരുടേതാണ്? ഓഡിറ്ററിന്റെ ആണോ മാനേജ്മെന്റിന്റെ ആണോ? ഓഡിറ്ററിന്റെ ആണോ മാനേജ്മെന്റ് ആണോ? അത് രണ്ടുപേരുടെയും ആവുമോ? ബോത്ത് ആണോ? ഓഡിറ്ററിന്റെ ആണെന്നാണ് ഇവിടെ പറഞ്ഞത്.
ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഓഡിറ്റിന്റെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ തോട്ട് പ്രോസസ് പോയ രീതി തെറ്റൊന്നുമല്ല, കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച ലെറ്റർ ഓഫ് എൻക്വയറി ആക്ച്വലി മാനേജ്മെന്റിന്റെയാണ്. ഓക്കെ, നിങ്ങളുടെ തോട്ട് പ്രോസസ് കറക്റ്റ് തന്നെയാണ്. ഓഡിറ്റർ ആണ് ലെറ്റർ ഓഫ് എൻക്വയറി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ, അതായത് ഓഡിറ്റർസ് എൻക്വയറിങ് അല്ലെ, ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചത്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് ആക്ച്വലി മാനേജ്മെന്റിന്റെയാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഈ അഡ്വക്കേറ്റ്സ് നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഇമാജിൻ ഡെൽവിന്റെ അഡ്വക്കേറ്റ് ആണ് നന്ദന. അപ്പൊ ഞാൻ നേരിട്ട് നന്ദനോട് പോയി ചോദിക്കണം, നന്ദന, സി ഐ എം സഞ്ജയ് പ്രഭു, ഐ എം ദ ഓഡിറ്റർ ഓഫ് ഡെൽവിൻ പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങളുടെ കമ്പനി കേസ് ഒരു കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പൊ നന്ദൻ എന്താ പറയും, സർ അങ്ങനെ സാറിനോട് എനിക്ക് പറയാൻ പറ്റത്തില്ല, മാനേജ്മെന്റ് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറയത്തുള്ളൂ. അപ്പൊ ഞാൻ മാനേജ്മെന്റ് കയ്യിൽ നിന്നും ലെറ്റർ ഓഫ് എൻക്വയറി വാങ്ങണം. ഞാൻ ലെറ്റർ ഓഫ് എൻക്വയറി വാങ്ങിയിട്ട് ഐ ഷുഡ് റിക്വസ്റ്റ് ദ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ടു ദ ഓഡിറ്റർ. ഐ ഷുഡ് സീക്ക് എ ലെറ്റർ ഓഫ് എൻക്വയറി ഫ്രം ദ മാനേജ്മെന്റ് കയ്യിൽ നിന്ന് ലെറ്റർ ഓഫ് എൻക്വയറി ഞാൻ വാങ്ങണം. എന്നിട്ട് വേണം ഞാൻ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകാൻ വേണ്ടി. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ അസ്യൂം ചെയ്യാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന അസംഷൻ ഇതാണ്. ഓക്കെ ആണോ? യെസ് സർ. സോ ഇഫ് ദ ലോ ഓർ റെഗുലേഷൻ ഓർ ലീഗൽ പ്രൊഫഷണൽ ബോഡി പ്രൊഹിബിറ്റ്സ് ദ എന്റിറ്റീസ് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ to communicate directly to the auditor shall perform alternative audit procedure. ഇനി മാനേജ്മെന്റ് ലെറ്റർ ഓഫ് എൻക്വയറി തന്നിട്ടും ഓഡിറ്റർ അഡ്വക്കേറ്റ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓഡിറ്റർ ഷുഡ് ട്രൈ ടു പെർഫോം ആൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ. സി ദീസ് ആർ ദ കീ വേർഡ്സ്. ആൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ, ഇതൊക്കെ കീ വേർഡ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ആസ് എൻ ഓഡിറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കീ വേർഡ്സ് ആണ് എക്സാമിന്. ഓക്കെ, ആസ് എൻ സ്റ്റുഡന്റ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ആൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ, ഓക്കെ, ഈ വാക്ക് അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ. ഐ ഹോപ്പ് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ ആൻഡ് ആൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ, ഫൈൻ. സോ ഇവിടെ എന്താ പറഞ്ഞത്? ഓഡിറ്റർ യു ഷുഡ് seek a letter of inquiry from the management requesting the entity's external legal counsel to communicate directly to the auditor, to communicate directly with the auditor. മനസ്സിലാവുന്നുണ്ടോടാ? Yes. If the law prohibits, auditor should perform alternative audit procedure. Okay da, kitti. Ini ശ്രദ്ധിക്കണേ. In certain circumstances, auditor may judge it may necessary to meet. ഇനിയിപ്പോ ഓഡിറ്ററിന് തോന്നുവാണ് ചില സാഹചര്യങ്ങളിൽ എനിക്ക് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ നേരിട്ട് കാണണം, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം, എനിക്ക് ലെറ്റർ ഓഫ് എൻക്വയറിയോ ഫോണിലോട്ടുള്ള സംസാരം പോലെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? നേരിട്ട് പോയി സംസാരിക്കാം. ഓക്കെ ആണോടാ? എപ്പോഴും നമ്മൾ നേരിട്ട് പോയി സംസാരിക്കേണ്ടി വരിക? ആ വിഷയം അത്യാവശ്യം ഗുരുതരമായ വിഷയമാണെങ്കിൽ, മാറ്റർ ഇച്ചിരി കോംപ്ലക്സ് ആണ്, അവിടെ റിസ്ക് വളരെ ഹൈ ആണ്, മാനേജ്മെന്റും എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലും തമ്മിൽ ഒരു ചേർച്ചയില്ല, സ്വരച്ചേർച്ചയില്ല. ഈ സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെന്നിട്ട് നേരിട്ട് പോയിട്ട് അവരെ കാണേണ്ടി വരും. സി ക്വസ്റ്റ്യൻ ഇതാണ്, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ജസ്റ്റ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഓഡിറ്റർ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനെ നേരിട്ട് പോയി കാണേണ്ടത്? ഒന്ന്, അവിടെ ഇച്ചിരി ഗുരുതരമായ വിഷയമാണെങ്കിൽ, മാറ്റർ ഇസ് കോംപ്ലക്സ്, അല്ലെങ്കിൽ അവിടുത്തെ റിസ്ക് വളരെ ഹൈ ആണെങ്കിൽ, സിഗ്നിഫിക്കന്റ് റിസ്ക്, അല്ലെങ്കിൽ മാനേജ്മെന്റും എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല. ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നേരിട്ട് പോയിട്ട് കാണേണ്ടി വരും. ഓക്കെ ആണോടാ? വി ആർ ഡൺ വിത്ത് litigation and claim. ഓക്കെ ആണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എടാ പറ, ഓക്കെ ആണോ? ഓക്കെ എന്ന് പറ വേഗം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയില്ല. ഓക്കെ ആണ്. ഓക്കെ, അതായത് മാനേജ്മെന്റ് എനിക്ക് സമ്മതിക്കുന്നില്ല, ഞാൻ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനെ പോയി കാണണമെന്ന് പറഞ്ഞു, പക്ഷെ മാനേജ്മെന്റ് എനിക്ക് സമ്മതിക്കുന്നില്ല. ഓക്കെ, എനിക്ക് ആൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ ഞാൻ ചെയ്യാൻ നോക്കി, അത് എന്നിട്ടും എനിക്ക് എവിഡൻസ് കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? മാനേജ്മെന്റിനോട് ഞാൻ പറഞ്ഞു, സി മാനേജ്മെന്റ് എനിക്ക് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനെ കാണണം, എനിക്ക് നന്ദനോട് പോയി സംസാരിക്കണം. അപ്പൊ ഡെൽവിൻ പറഞ്ഞു, സാർ സമ്മതിക്കില്ല, സാർ നന്ദനെ പോയി കാണണ്ട. അപ്പൊ ഞാൻ വേറെ രീതിയിൽ നന്ദനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി, അതും പറ്റുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കയ്യിലുള്ള പവർ എന്താണ്? ഐ ക്യാൻ മോഡിഫൈ മൈ ഓഡിറ്റ് ഒപ്പീനിയൻ. കറക്റ്റ് അല്ലേ? വെരി ഗുഡ്. എന്താണ്? ഐ ക്യാൻ മോഡിഫൈ മൈ ഓഡിറ്റ് ഒപ്പീനിയൻ. വെരി ഗുഡ്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഫർദർ ഇഫ് മുതൽ ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിയേ. വി ആർ ഡൺ വിത്ത് essay. We are done with not essay അല്ല, we are done with litigation. വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോടാ? ഓക്കെ ആണ് സാർ. ആൻഡ് ഫൈനലി ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ മാനേജ്മെന്റ് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. എന്താ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങേണ്ടത്? അതായത് എല്ലാ ലിറ്റിഗേഷനും, മാനേജ്മെന്റ് അറിവിലുള്ള എല്ലാ ലിറ്റിഗേഷനും മാനേജ്മെന്റ് കൃത്യമായിട്ട് ഓഡിറ്ററിനോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. ഓക്കെ, എന്താ പറഞ്ഞത്? ഓഡിറ്റർ മാനേജ്മെന്റ് കയ്യിൽ ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. എന്താണ്? ഓൾ ദ നോൺ ആൻഡ് പോസിബിൾ ലിറ്റിഗേഷൻ ക്ലെയിം ഹാസ് ബീൻ പ്രോപ്പർലി ഡിസ്ക്ലോസ് ടു ദ ഓഡിറ്റർ. മാനേജ്മെന്റ് അറിവിലുള്ള എല്ലാ ലിറ്റിഗേഷനും മാനേജ്മെന്റ് ഓഡിറ്ററിനോട് കൃത്യമായിട്ടും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഒരു റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങണം. ഓക്കെ, വി ആർ ഡൺ വിത്ത് സർ 4.8 സെക്കൻഡ് സെന്റൻസ്. ഓക്കെ, 4.8 സെക്കൻഡ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് ഏതാടാ? ഓഡിറ്റർ ഷുഡ് ഡു, അതാണോ? നീ അതാണോ? ഓഡിറ്റർ ഷാൽ ഡു സോ ത്രൂ എ ലെറ്റർ ഓഫ് എൻക്വയറി റിക്വസ്റ്റിംഗ് ദ, അതാണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ ഫൈൻ. അവിടെ എന്താന്ന് വെച്ചാൽ ഓഡിറ്റർ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ ഓഫ് എൻക്വയറി, ചില സമയത്ത് ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ നമ്മളോട് സംസാരിക്കാൻ കൂട്ടാക്കത്തില്ല. അവിടെ പറയുന്ന ഓഡിറ്ററിന് ആ ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുക? ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിമിൽ ആർഎംഎം ഉണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് സീക്ക് ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഗൽ കൗൺസിൽ എന്നാണ് പറഞ്ഞത്. ഓഡിറ്ററിന് തോന്നുവാണ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിമിൽ ആർഎംഎം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓഡിറ്റർ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പം അഡ്വക്കേറ്റിനോട് പോയിട്ട് സംസാരിച്ചാൽ അഡ്വക്കേറ്റ് ചില സമയത്ത് എന്നോട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അഡ്വക്കേറ്റ് പറയും താൻ ഓഡിറ്റർ ആയാലും ആരും ശരി, എനിക്ക് തന്നോട് പറയാൻ വേണ്ടി സൗകര്യമില്ല എന്ന് പറയും. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാനേജ്മെന്റിന് പെർമിഷൻ കൂടി, ഓതറൈസേഷൻ ലെറ്ററും കൂടി എടുത്തിട്ട് വേണം എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനേജ്മെന്റിന് സമ്മതപത്രം നമ്മൾ വേണം. അത് ചില സമയത്ത് അഡ്വക്കേറ്റ് പറയും നമ്മളോട്, മാനേജ്മെന്റ് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യൂ എന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് കയ്യിൽ നിന്നും ലെറ്റർ ഓഫ് എൻക്വയറി വേണം. ഈ ലെറ്റർ ഓഫ് എൻക്വയറി വെച്ചിട്ട് വേണം ഐ ഷുഡ് റിക്വസ്റ്റ് ടു ദ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഡിറ്റർ. ഓക്കെ, ഓഡിറ്റർ ഷാൽ ഡു സോ ത്രൂ എ ലെറ്റർ ഓഫ് എൻക്വയറി. ഈ ലെറ്റർ ഓഫ് എൻക്വയറി ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്? മാനേജ്മെന്റ് കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഓക്കെ, മാനേജ്മെന്റ്, കാരണം ചില സമയത്ത് ഈ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ എന്ത് പറയും? മാനേജ്മെന്റ് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയത്തുള്ളൂ. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് കയ്യിൽ നിന്നും ലെറ്റർ ഓഫ് എൻക്വയറി വാങ്ങിയിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ, ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് സെഗ്മെന്റ് ഇൻഫർമേഷൻ. വെരി സിമ്പിൾ, കുഞ്ഞു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് മാത്രമേ പഠിക്കണ്ടൂ ഇതിനകത്ത്. അതായത് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനകത്ത് നിങ്ങൾ ഈ ഒരു ടോപ്പിക് മാത്രമേ പഠിക്കണ്ടൂ. ഇവിടം വരെ സെഗ്മെന്റ് ഇൻഫർമേഷൻ ഈ ഒരു ടോപ്പിക് മാത്രമേ പഠിക്കൂ. ഞാൻ മഞ്ഞ ടോപ്പിക് മാത്രമേ പഠിക്കണ്ടൂ. അത് മാത്രമേ എക്സാമിന് ചോദിക്കത്തുള്ളൂ. ഇതിന് മുന്നേ ചോദിച്ചതും അത് മാത്രമാണ്. ഓക്കെ, യെസ്. എന്താ പറയുന്നത്? സെഗ്മെന്റ് ഇൻഫോർമേഷൻ നമുക്കറിയാം. സെഗ്മെന്റ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഏതാ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 അല്ലെ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു 4 സെഗ്മെന്റ് ഉണ്ട്, 4 സെഗ്മെന്റ് ഓഫ് ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കൊരു ഫോർ എക്സാമ്പിൾ ഈ HUL, അതേപോലെ തന്നെ ഏതാണ് ITC, അവർക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ് ഇല്ലേ? ഒരുപാട് ടൈപ്സ് ഓഫ് ബിസിനസ് ഇല്ലേ ITCയുടെ? ഹലോ ഇല്ലേ? ഓക്കെ, എടാ ഒരു ലാസ്റ്റ് 5 മിനിറ്റ്സ് അല്ലേ? ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ്. പറ്റുന്ന ആൾക്കാരൊന്ന് വീഡിയോ ഓൺ ആക്കിയട്ടെ. ഒരു 2-3 ആളെങ്കിലും മിനിമം വീഡിയോ ഓൺ ആക്കണേ. ലാസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞു, സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, ഇവിടെ എന്താ പറയുക? സെഗ്മെന്റ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ HUL, അതേപോലെ തന്നെ ആരാണ് നമ്മുടെ ITC എന്ന് പറഞ്ഞ കമ്പനി, അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാവില്ലേ? അവർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പൊ ITCയുടെ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഓരോ സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് അവർ കൊടുക്കുക, അതോ ഓൾ ടുഗെദർ ഒറ്റ എമൗണ്ട് ആണ് കൊടുക്കുക? സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് കൊടുക്കും അവർ. ITC സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് വിറ്റിട്ട് ഇത്ര പൈസ കിട്ടി, പിന്നെ ITC ബുക്ക്, ക്ലാസ്മേറ്റ്സ് ബുക്ക് വിറ്റ് ഇത്ര പൈസ കിട്ടി, അങ്ങനെ സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് കൊടുക്കുക. ഓൾ ടുഗെദർ ആണ് അവർ കൊടുക്കുക. ഓൾ ടുഗെദർ അല്ലേ അവർ കൊടുക്കുന്നത്? അല്ലേ? ഓൾ ടുഗെദർ സെയിൽ ഇത്ര എന്നല്ലേ കൊടുക്കുന്നത്? അപ്പൊ നമ്മളെപ്പോലത്തെ യൂസേഴ്സിന് അറിയണ്ടേ അവർക്ക് സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് വിറ്റ് എത്ര പൈസ കിട്ടി, അവർക്ക് നോട്ട്ബുക്സ് സ്റ്റേഷനറി വിറ്റിട്ട് എത്ര പൈസ കിട്ടി. അപ്പൊ നമ്മൾ യൂസേഴ്സിന് സെഗ്മെന്റ് വൈസ് ഡീറ്റെയിൽസ് അറിയണം. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത് അവർ കൊടുക്കത്തില്ല. അവരെവിടെ കൊടുക്കും? സെഗ്മെന്റ് ഇൻഫോർമേഷൻ കൊടുക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നിങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 സെക്കൻഡ് ഗ്രൂപ്പ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അഡ്വാൻസ് അക്കൗണ്ട്സിനകത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 നിങ്ങൾ പഠിക്കുന്നുണ്ട് ഓൾറെഡി അല്ലേ? യെസ്. സോ ഇത് AFRF പ്രകാരം തന്നെയാണ്. അവരെങ്ങനെയാണ് സെഗ്മെന്റ് ഡിവൈഡ് ചെയ്ത്? അവർക്ക് വേണമെങ്കിൽ സെഗ്മെന്റ് ജോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്യാം,
ഫോർ എക്സാമ്പിൾ എനിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കേരളത്തിലെ ടോട്ടൽ സെയിൽ എത്ര, ഗുജറാത്തിലെ ടോട്ടൽ സെയിൽ എത്ര, കർണാടകയിലെ ടോട്ടൽ സെയിൽ എത്ര, സെഗ്മെന്റ് ഡിവൈഡ്. ജോഗ്രഫിക്കലി എനിക്ക് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. കാരണം എന്റെ സെയിൽസിനകത്ത് കേരളം, ഗുജറാത്ത്, തമിഴ്നാട് എല്ലാം കൂടി ഒരുമിച്ചല്ലേ ഞാനൊരു സെയിൽ കാണിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത്. അപ്പൊ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ജോഗ്രഫിക്കലി ഞാൻ ഡിവൈഡ് ചെയ്യും. സോ ജോഗ്രഫിക്കലി ഞാൻ എങ്ങനെയാണ് ഞാൻ എന്റെ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തത്, ജോഗ്രഫിക്കലി ആണോ പ്രോഡക്റ്റ് വൈസ് ആണോ, എങ്ങനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്, ഞാനെന്ന് വെച്ചാൽ മാനേജ്മെന്റ് കേട്ടോ, മാനേജ്മെന്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അവരുടെ സെഗ്മെന്റിനെ, അതിനെക്കുറിച്ച് ഓഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒബ്റ്റെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഫോർ ഡിറ്റർമൈനിങ് ദ സെഗ്മെന്റ് ഇൻഫർമേഷൻ. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഫോർ ഡിറ്റർമൈനിങ് ദ സെഗ്മെന്റ് ഇൻഫർമേഷൻ. മാനേജ്മെന്റ് ഏത് രീതിയിലാണ് സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ജോഗ്രഫിക്കലി ആണോ, പ്രോഡക്റ്റ് വൈസ് ആണോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് വൈസ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഒന്ന്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന്, ടൊബാക്കോ ഐറ്റംസ് ഒക്കെ ഒന്ന്, ഏത് രീതിയിലാണ് അവർ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. As an auditor, I should obtain an understanding of the methods used by the management. First point. Okay ആണോടാ, അത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണ് സർ. സെക്കൻഡ് വൺ, ഇവാലുവേറ്റ് വെദർ സച്ച് മെത്തഡ്, അവർ യൂസ് ചെയ്ത മെത്തഡ് AFRF പ്രകാരമുള്ള മെത്തഡ് തന്നെയാണോ, അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെന്റ് ഇൻഫോർമേഷനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ മാത്രമേ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെഗ്മെന്റ് ഇൻഫോർമേഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 പഠിക്കുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, എന്താണോ AFRF പറഞ്ഞിട്ടുള്ളത് ആ പ്രകാരം തന്നെയാണോ ഇവർ കാണിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ആദ്യം ഞാൻ എന്താ ചെക്ക് ചെയ്തത്, അവർ ഏത് രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്, ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിങ്. ഇനി അവർ കാണിച്ച രീതി AFRF പ്രകാരമാണോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17. നിങ്ങൾക്ക് അവിടെ എഴുതുന്ന സമയത്ത്, എക്സാമിന് എഴുതുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് AFRF നിങ്ങൾക്ക് എന്ത് എഴുതാം, വെദർ സച്ച് മെത്തേഡ് ഈസ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവാലുവേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് അത്യാവശ്യം ധാരണയുണ്ട്, AS 17 ആണ് സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് എന്ന കാര്യം ഇവർക്ക് ധാരണയുണ്ട് എന്ന രീതിയിൽ എന്ന് കരുതി തെറ്റായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എഴുതി കഴിഞ്ഞാൽ ഉള്ള മാർക്കും കൂടി പോകും. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഉറപ്പില്ലെങ്കിൽ ഡയറക്റ്റ്ലി എഴുതുക AFRF എന്ന് എഴുതുക. സ്റ്റാൻഡേർഡ് പേര് ഉറപ്പായിട്ട് മാറിയുമെങ്കിൽ ഡയറക്റ്റ്ലി യു ക്യാൻ റൈറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 എന്ന് എഴുതുക. ഓക്കെ, സോ ആൻഡ് യു ഹാവ് ടു ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് മെത്തഡ്. അവർ കാണിച്ച രീതിയിലെ കേരളത്തിൽ 10 കോടി രൂപ സെയിൽ നടത്തി, ഗുജറാത്തിൽ 5 കോടി രൂപ സെയിൽ നടത്തി, കേരളത്തിൽ ആക്ച്വലി 10 കോടിയുടെ സെയിൽ തന്നെയാണോ നടത്തിയത് എന്ന് ഓഡിറ്റർ നീ ചെക്ക് ചെയ്യണം. ആസ് എൻ ഓഡിറ്റർ നീ അത് ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? വേർ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് മെത്തഡ്. അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ കേരളം, തമിഴ്നാട്, ഗുജറാത്ത് ഈ മൂന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ സെയിൽ വരണ്ടേ, കറക്റ്റ് ആയിട്ട് വരണ്ടേ? എൻ്റെ ടോട്ടൽ സെഗ്മെന്റ്സ് മൊത്തം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ സെയിൽ വരണ്ടേ, അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? കേരളത്തിൽ ആക്ച്വൽ സെയിൽ 10 കോടി തന്നെയാണോ? ആസ് എൻ ഓഡിറ്റർ ഇതൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഐ ഷുഡ് ഒബ്റ്റെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ്. അവർ ഏത് രീതിയിലാണ് സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഐ ഷുഡ് ഒബ്റ്റെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ്. സെക്കൻഡ് വൺ ഞാൻ എന്താ പറഞ്ഞത്, ഇവാലുവേറ്റ് വെദർ സച്ച് മെത്തഡ് ഈസ് ആസ് പെർ ദ AFRF പ്രകാരം തന്നെയാണോ അവർ കാണിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ഓക്കെ, മൂന്നാമത് ഞാൻ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്, കേരളം ഇത്രയാണ് അല്ലെങ്കിൽ സൺഫിഷ് ബിസ്ക്കറ്റ് ഇത്ര സെയിൽ നടത്തി എന്ന് പറയുമ്പോൾ സൺഫിഷ് ബിസ്ക്കറ്റിന്റെ സെയിൽ ആക്ച്വലി അത്ര തന്നെയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ഏത് രീതിയിലാണോ അവർ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആ സെഗ്മെന്റ് അവർ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻ അത് കറക്റ്റ് തന്നെയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ആൻഡ് ഫൈനലി ഐ ഷുഡ് പെർഫോം അനാലിറ്റിക്കൽ procedure or other audit procedure appropriate in the circumstance. I should compare some ratios, കമ്പാരിസൺ ഓഫ് ദ കഴിഞ്ഞ വർഷത്തെ സെയിലും ഈ വർഷത്തെ സെയിലും കമ്പയർ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഐ ഹാവ് ടു സീ വെദർ ദാറ്റ് ഈസ് ഇൻ അൺയൂഷ്വൽ ഫ്ലക്ച്വേഷൻസ്. നമ്മൾ അനാലിറ്റിക്കൽ പ്രൊസീജിയർ എന്തിനാ ചെയ്യുന്നത്, ടു ഐഡന്റിഫൈ ദ അൺയൂഷ്വൽ ഫ്ലക്ച്വേഷൻസ് അല്ലേ. സോ ഐ ഷുഡ് പെർഫോം ദ അനാലിറ്റിക്കൽ. കഴിഞ്ഞ വർഷത്തെ കേരളത്തിന്റെ സെയിലും ഈ വർഷത്തെ കേരളത്തിന്റെ സെയിലും എത്രയാണ്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ടു സീ വെദർ ദാറ്റ് ഈസ് ഇനി അൺയൂഷ്വൽ ഫ്ലക്ച്വേഷൻസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ SA 501 audit evidence of specific items.